അടുത്തത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിന്റെ MCQ ക്വസ്റ്റ്യൻസ് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദ നമ്പർ ഓഫ് ബേസ്. നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോഴേ തുടക്കത്തിൽ ബേസ് യൂണിറ്റ്സ് എന്താണ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ നമ്പർ ഓഫ് ബേസ് യൂണിറ്റ്സ് ഫോർ മെഷറിംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അക്കോർഡിംഗ് ടു ദ SI സിസ്റ്റം ആർ. SI സിസ്റ്റം അനുസരിച്ച് എത്ര ബേസ് യൂണിറ്റ്സ് ആണുള്ളത്? എത്ര ബേസ് യൂണിറ്റ്സ് ആണുള്ളത്? 7 ആണുള്ളത് അല്ലെ. അപ്പൊ 7 ബേസ് യൂണിറ്റ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് ഈ 7 ബേസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്? മാസ് ഉണ്ട്, പറഞ്ഞോ. മാസ് ഉണ്ട്, ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതെ, ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ ഉണ്ട്. പിന്നെ എന്താ വരുന്നത്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്. പിന്നെന്താ? ലൈറ്റ് ഇന്റൻസിറ്റി, ലൂമിനസ് ഇന്റൻസിറ്റി. അപ്പൊ ഇത്രയാണ് എന്ത് 7 ബേസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ 7 ബേസ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? മറ്റ് യൂണിറ്റുകൾ ഡിപ്പെൻഡ് ചെയ്യാത്ത യൂണിറ്റ്സ് ആണ് ബേസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. SI സിസ്റ്റം അനുസരിച്ച്, SI സിസ്റ്റം എന്താ പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം ഓഫ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം ആണ്. അതനുസരിച്ച് 7 ബേസിക് യൂണിറ്റ്സ് ആണുള്ളത്. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് കറണ്ട്. ഇതിൽ മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ലെങ്ത് എന്തിലാണ്? മീറ്റർ. ടൈം സെക്കൻഡിലാണ്. ടെമ്പറേച്ചർ കെൽവിൻ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല CD. ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ്. ഇതാണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. ഇനി അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഫോർ മെഷറിംഗ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്? നമുക്ക് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞേ. What is the unit for measuring the intensity of light? Intensity of light മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? കാൻഡല ആണ് അല്ലെ. കാൻഡല ആണ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ്. അപ്പൊ കറക്റ്റ് ആൻസർ, രണ്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. What is the full form of SI? SI യുടെ ഫുൾ ഫോം എന്താണ്? സിസ്റ്റം ഇന്റർനാഷണൽ. അതെ, സിസ്റ്റം ഇന്റർനാഷണൽ. SI യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിസ്റ്റം ഇന്റർനാഷണൽ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് ഫോഴ്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഫോഴ്സിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ന്യൂട്ടൺ. നാലാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ A ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? നമ്മുടെ സിലബസിൽ പ്രത്യേകിച്ച് യൂണിറ്റ് കൺവേർഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം 89 മെഗാ ജൂളിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? മെഗാ എന്ന് പറയുമ്പോൾ 10⁻⁶ അല്ലേ. അപ്പൊ 89 മെഗാ ജൂൾ എന്ന് പറയുന്നത് 89 × 10⁻⁶ ആണല്ലോ. അപ്പൊ അത് ഇതിൽ ഏത് ഓപ്ഷനാ വരുന്നത്? ഏത് ഓപ്ഷനാ വരുന്നത്? ഓപ്ഷൻ B അല്ലേ. 89 × 10⁻⁶ എന്ന് പറയുന്ന ഓപ്ഷൻ B ആണ്. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നു ഓപ്ഷൻ B. ഇനി ആറാമത്തെ ക്വസ്റ്റൻ ആണ്. ആറാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് 5 ന്യൂട്ടൺ ടു ഡൈൻ. 5 ന്യൂട്ടനെ നമ്മൾ ഡൈനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ന്യൂട്ടനെ ഡൈനിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? പറഞ്ഞേ, അറിയാവോ? A ആണോ? A ആണ്. എന്താണ് ആൻസർ? നമ്മൾ ന്യൂട്ടനെ ഡൈനിലോട്ട് കൺവേർട്ട് 10⁵ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് എന്ത്? ന്യൂട്ടനെ നമ്മൾ ഡൈനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 5 × 10⁵ വരുന്നത് എന്താണ്? ഓപ്ഷൻ A ആണ്. അപ്പൊ ആറാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ A ആണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? തന്നിട്ടുള്ളതിൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? MKS ആണോ, CGS ആണോ, SI ആണോ, ഡെസിബിൾ ആണോ? ഡെസിബിൾ ആണ്. കാരണം എന്താണ്? ബാക്കിയെല്ലാം സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. നമ്മുടെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന് എക്സാമ്പിൾ ആണ് MKS, CGS, SI ഒക്കെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. MKS സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ലെങ്ത് എന്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മീറ്ററിലാണ് അല്ലെ. ഇതെല്ലാം തന്നെ. ഇനി അടുത്ത് മാസ് എന്ന് പറയുന്ന കിലോഗ്രാമിലാണ്, ടൈം എന്ന് പറയുന്ന സെക്കൻഡിലാണ്. അതുപോലെ CGS സിസ്റ്റത്തിൽ എന്താണ്? ലെങ്ത് സെന്റിമീറ്ററിലും, മാസ് ഗ്രാമിലും, ടൈം സെക്കൻഡിലുമാണ്. SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ട്. ഈ ഡെസിബൽ എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നതാണ്. അത് സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ല. അപ്പൊ ഇതിന്റെ ഏഴാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ D ആണ്. ഇനി അടുത്ത എട്ടാമത്തെ ക്വസ്റ്റിലോട്ട് കിടക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് എ വോൾട്ട് മീറ്റർ മെഷർ? വോൾട്ട് മീറ്റർ എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ്.
വോൾട്ടേജ് മെഷർ ചെയ്യാനാണ്, കറണ്ട് മെഷർ ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അമീറ്റർ യൂസ് ചെയ്യും അല്ലെ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് സോളിഡ് ആംഗിൾ? സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ. സ്റ്റെറേഡിയൻ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റോ? റേഡിയൻ. റേഡിയൻ. രണ്ടും സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണല്ലേ, സോളിഡും പ്ലെയിനും. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന റേഡിയനും, സോളിഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ സ്റ്റെറേഡിയനും ആണ്. അപ്പൊ 9ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഇനി 10ാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം. 10ാമത്തെ ക്വസ്റ്റൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം മാച്ചസ് വിത്ത് എസ് ഐ യൂണിറ്റ് സിസ്റ്റം? ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് എസ് ഐ യൂണിറ്റ് സിസ്റ്റം ആയിട്ട് മാച്ച് ആവുന്നത്? ഏതാണ്? MKS ആണോ? MKS ആണ്. കാരണം എന്താണ്? നമ്മുടെ എസ് ഐ യൂണിറ്റ് സിസ്റ്റത്തിൽ ലെങ്ത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മീറ്റർ ആണല്ലോ. ഇവിടെ MKS സിസ്റ്റത്തിൽ ലെങ്ത് മീറ്റർ തന്നെയാണ്. അതുപോലെ മാസ് എന്ന് പറയുന്ന കിലോഗ്രാമിലാണ് എസ് ഐയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. MKSലും അതുപോലെ തന്നെയാണ്. ടൈമും രണ്ടിലും സെക്കൻഡ് ആണ്. അപ്പൊ കറക്റ്റ് വരുന്നത് എന്താണ്? ഇതിൽ എസ് ഐ യൂണിറ്റ് സിസ്റ്റം ആയിട്ട് മാച്ച് ചെയ്യുന്നത് MKS സിസ്റ്റം ആണ്. അപ്പൊ 10ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി 11ാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കാം. 11ാമത്തെ ക്വസ്റ്റൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ? തന്നിട്ടുള്ളതിൽ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നൊക്കെ ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് എഴുതേണ്ടത്. ഇവിടെ കെൽവിൻ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ചൂസ് ചെയ്യണം? ഫാരൻഹീറ്റ് ചൂസ് ചെയ്യണം. 11ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഇനി 12ാമത്തെ ക്വസ്റ്റൻ ആണ്. രണ്ട് സിറ്റീസിന്റെ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? ഏതാണ് 12ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ? മീറ്റർ. അറിയാവോ? മീറ്റർ. 12ാമത്തെ ക്വസ്റ്റൻ ആൻസർ കറക്റ്റ്. സാധാരണ നമ്മൾ എന്താണ് രണ്ട് സിറ്റീസിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? കിലോമീറ്ററിലാണ്. ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഡിസ്റ്റൻസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്ന മീറ്റർ ആണല്ലോ. അപ്പൊ 12ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് കനോട്ട് മെഷർ ദ ഡിസ്റ്റൻസ്? ഇതിൽ ഏത് ഡിവൈസ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റാത്തത്? നമുക്കറിയാം വെർനിയർ കാലിപ്പേഴ്സ്, മൈക്രോമീറ്റർ, റൂളർ ഒക്കെ നമ്മൾ ഡിസ്റ്റൻസിന്റെ മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം പ്രൊട്രാക്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആംഗിൾ മെഷർമെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ 13ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താ വരുന്നത്? ഡി ആണ് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഇഞ്ചസ് ആർ ദെയർ ഇൻ യാർഡ്? ഒരു യാർഡിൽ എത്ര ഇഞ്ചാണുള്ളത്? എത്ര ഇഞ്ചസ് ആണ് വരുന്നത്? കൺവേർഷൻ എന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. 1 യാർഡ് എന്ന് പറയുന്നത് 36 ഇഞ്ചസ് ആണ്. അപ്പൊ ഓർത്തിരുന്നോളണം, 1 യാർഡ് ഇസ് ഈക്വൽ ടു 36 ഇഞ്ചസ് ആണ്. അപ്പൊ 14ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 15ാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കാം. യൂഷ്വലി വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്ക്രൂ ഗേജ്? സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? അറിയാവോ? അറിയാമോ? സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും ചെറിയ മെഷർമെന്റ്, അതിന് അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന, ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് വാല്യൂനെയാണ് നമ്മൾ പറയുന്നത് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്ക്രൂ ഗേജിന് ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0.001 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് റിലേഷൻ? ഈ തന്നിട്ടുള്ളതിൽ കറക്റ്റ് റിലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റിലേഷൻ ആണ്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞോളൂ. 16ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. അപ്പൊ ഓപ്ഷൻ എ അല്ല, ബി അല്ല, സി എന്ന് പറയുന്നത് എന്താണ്? 1 ഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 10⁻³ കിലോഗ്രാം ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ്. 16ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി മാസ് എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് മാറ്ററിനെ അല്ലേ നമ്മൾ മാസ് എന്ന് പറയുന്നത്. അപ്പൊ 17ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഡി ആണ്. ഇനി 18ാമത്തെ ക്വസ്റ്റൻ ആണ്. 18ാമത്തെ ക്വസ്റ്റൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവ്സ് ദ മോസ്റ്റ് അക്യുറേറ്റ് റിസൾട്ട് ഫോർ ദ ടൈം മെഷർമെന്റ്? നമുക്ക് ടൈം മെഷർമെന്റിന് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഇതിൽ ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് ക്ലോക്ക് ആണ് എന്ത് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് തരുന്നത്. എല്ലാം നമുക്ക് ടൈം മെഷർ ചെയ്യാൻ പറ്റും. ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അറ്റോമിക് ക്ലോക്ക് ആണ് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ടൈം മെഷർമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ 18ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 19ാമത്തെ ക്വസ്റ്റൻ ആണ്. 19ാമത്തെ ക്വസ്റ്റൻ അറിയാമായിരിക്കും എന്ന് പറഞ്ഞ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇക്വലന്റ് ടു 1 അവർ? 1 അവർ എന്ന് പറയുമ്പോൾ എന്താണ്? 3600 സെക്കൻഡ് ആണ്. അതിന് ഇനി നമ്മൾ മില്ലി സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എഗെയിൻ ഇൻറ്റു 10⁻³ ചെയ്യണം. അപ്പൊ എന്താണ് 19ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി അല്ലേ? അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. ആരതിക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് മാം. ഇനി അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ MLT⁻². ഡയമെൻഷൻ അനാലിസിസ് ഒക്കെ നല്ല രീതിയിൽ അറിയാവോ? നിങ്ങൾ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ?
ഞാൻ കുറെ കുറച്ച് എക്സാമ്പിൾ പ്രിപ്പയർ ബേസിക്സ് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാം. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതെങ്ങനെയാണ് അപ്പൊ അത് പറഞ്ഞു തരണോ വേണ്ടേ? അത് അതിന്റെ നോട്ട്സ് തന്നാൽ മതിയോ? അത് ഞാൻ ഓടിച്ച് പറയാം. അപ്പം ml t⁻² മാച്ചസ് വിത്ത് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ml t⁻². എന്തിന്റെ ഡയമെൻഷൻ ഫോർമുല ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്? ഫോഴ്സ്. എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ്? L⁻². നമുക്കറിയാം ആക്സിലറേഷന്റെ ആണ്. കുറച്ച് ഇതിന്റെ ബേസിക് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലേ. അപ്പൊ L/T ആണ് വെലോസിറ്റി വരുന്നത്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ത് വരും? L⁻⁻1 എന്ന് പറയും. ഇനി ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണല്ലോ. അപ്പൊ എന്ത് വരും? L⁻⁻1/T എന്ന് വരും. അപ്പൊ ആക്സിലറേഷൻ ഈക്വൽ ടു L⁻⁻2 എന്ന് വരും. ഇനി L⁻⁻2 ഇൻറ്റു മാസ് ചെയ്യുമ്പോഴല്ലേ mL⁻⁻2 വരുന്നത്. അതായത് അതിന്റെ അർത്ഥം എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ഫോഴ്സിന്റെ ആണ്. അപ്പൊ mL⁻⁻2 എന്ന് പറയുന്നത് എന്തിന്റെ ഡയമെൻഷൻ ഫോർമുലയാണ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുലയാണ്. അപ്പൊ 20ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് അൺനോൺ ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ത്രൂ ദ സിമ്പിൾ ഡയമെൻഷണൽ ഇക്വേഷൻ? ഒരു സിമ്പിൾ ഡയമെൻഷണൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മാക്സിമം ആയിട്ട് എത്ര അൺനോൺസ് വരെ കണ്ടുപിടിക്കാൻ പറ്റും? അറിയാവോ? അറിയില്ല മാം. മാക്സിമം ആയിട്ട് നമുക്ക് 3 എണ്ണവേ കണ്ടുപിടിക്കാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്തൊക്കെയാണ്? മാസ് വരുന്നുണ്ട്, ലെങ്ത് വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഡയമെൻഷണൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് 3 എണ്ണം മാത്രമാണ്. അപ്പൊ 21ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 22ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അസ്യൂമിങ് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഈസ് ഡയമെൻഷൻലെസ്? ഇതിൽ ഏതാണ് ഡയമെൻഷൻലെസ്? ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ഇതിൽ ഏതാണ്? നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നൊരു ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ? അതായത് പ്രഷറിന്റെ ഒരു ഇക്വേഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ പ്രഷർ ബൈ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അതിനർത്ഥം എന്താണ്? പ്രഷർ ബൈ പ്രഷർ ആണ്. അപ്പൊ അതും കൂടെ ക്യാൻസൽ ആയിപ്പോ. അപ്പൊ ഇവിടുത്തെ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ പി ആണ്. നമുക്ക് കറക്റ്റ് ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് എന്താണ് ക്യാൻസൽ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാണും, അതായിരിക്കും ഡയമെൻഷൻലെസ് വരുന്നത്. അപ്പൊ 22ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായോ? ഇനി അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ആൻഡ് ടൈം ആർ ഡബിൾഡ്, ലെങ്തിന്റെയും ടൈമിന്റെ യൂണിറ്റ് ഡബിൾ ചെയ്തു, വാട്ട് വിൽ ബി ദ ഫാക്ടർ ബൈ വിച്ച് യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ വിൽ ചേഞ്ച്? അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? അപ്പൊ ലെങ്ത്, ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ L⁻⁻2 ആണല്ലോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അല്ലെ. ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് L⁻⁻2 ആണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ലെങ്ത് ഡബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2L ആയി. ലെങ്ത് പുതിയതായിട്ട് എന്തായി? 2L ആയി. പിന്നെ എന്താ പറയുന്നത്? ടൈമും ഡബിൾ ആയി. അപ്പൊ ടിക്ക് പകരം എന്തായി? 2T എന്നായി. അപ്പൊ 2L ഇൻറ്റു 2 ഇൻറ്റു L ഇൻറ്റു 2⁻² ഇൻറ്റു T⁻² എന്ന് വരും. ഇനി നമ്മൾ ബാക്കി എല്ലാം കോൺസ്റ്റന്റ് എല്ലാം പുറത്തെടുക്കുമ്പോൾ 2 ഇൻറ്റു 2⁻² ഇൻറ്റു L⁻² എന്ന് വരും. L⁻² ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷന്റെ ചേഞ്ച് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 2 ഇൻറ്റു 2⁻² എന്ന് പറയുന്നത് 2² ആണ് അല്ലെ. അപ്പം ഇതും കൂടെ ക്യാൻസൽ ആയി പോകും. 1/2 എന്ന് പറയുന്നത് എന്താണ്? 0.5 ഇൻറ്റു L⁻² ആണ് വരുന്നത്. അപ്പൊ 23ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണോ? 23ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായായിരുന്നോ? ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡയമെൻഷൻ ഓഫ് ലൈറ്റ് ഇയർ? ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ മെഷർമെന്റ് ആണല്ലോ. അപ്പൊ ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L ആണ്. അപ്പൊ 24ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? അറിയാവോ? ഡയമെൻഷൻലെസ്.
ഡയമെൻഷൻലെസ് ആണ് അല്ലെ. നമ്മുടെ ഫ്രിക്ഷന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. ഫ്രിക്ഷന്റെ ഇക്വേഷൻ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂ എസ് ഇൻറ്റു എൻ ആണ്, ന്യൂ ഇൻറ്റു എൻ ആണ്. അപ്പൊ ഈ ന്യൂ എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അപ്പൊ ന്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആണ്. അപ്പൊ രണ്ട് ഫോഴ്സും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ ഡയമെൻഷൻ ഇല്ല, അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ 25ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 26ാമത്തെ ക്വസ്റ്റൻ ആണ്, ഐഡന്റിഫൈ ദ പ്രൈമറി ക്വാണ്ടിറ്റി. പ്രൈമറി ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. തന്നിട്ടുള്ളതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് യൂണിറ്റ് എന്താണ്? നമ്മൾ പഠിച്ചതാണ്. 7 ബേസ് യൂണിറ്റിൽ വരുന്നത് ഇതിൽ ഏതാണ്? മാസ്. അപ്പൊ 26ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 27ാമത്തെ ക്വസ്റ്റൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ യൂസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. ഈ തന്നിട്ടുള്ളതിൽ ഡയമെൻഷൻ അനാലിസിന്റെ യൂസ്, ഡയമെൻഷൻ അനാലിസിന്റെ 3 യൂസസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് പഠിച്ചതാണ് എന്ത്? ഡയമെൻഷൻ അനാലിസിന്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്താണ്? ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത്? ഡയമെൻഷൻ അനാലിസിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ 27ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 28ാമത്തെ ക്വസ്റ്റിനോട്ട് കടക്കാം. 28ാമത്തെ ക്വസ്റ്റൻ എന്താണ്? The dimension whose unit does not depend on any other dimension unit is known as. അതായത് ഒരു യൂണിറ്റിന്റെ ഡയമെൻഷൻ മറ്റ് യൂണിറ്റിന്റെ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഡയമെൻഷനെ നമുക്ക് എന്ത് പറയാം? ഡിപ്പെൻഡ് ചെയ്യാത്ത ഡയമെൻഷൻ എങ്ങനെ എന്ത് പറയാം? എന്ത് പറയാം? ഫണ്ടമെന്റൽ ഡയമെൻഷൻ എന്നല്ലേ പറയുന്നത്. അപ്പൊ 28ാമത്തെ ക്വസ്റ്റ്യന്റെ, അതായത് ഒരു ഡയമെൻഷൻ മറ്റൊരു ഡയമെൻഷൻ, ഒരു യൂണിറ്റ് മറ്റൊരു യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു? ഫണ്ടമെന്റൽ യൂണിറ്റ്. അതുപോലെ തന്നെ അതേ സെയിം കേസ് ആണല്ലോ. ഒരു ഡയമെൻഷൻ മറ്റൊരു ഡയമെൻഷൻ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഫണ്ടമെന്റൽ ഡയമെൻഷൻ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ 28ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഈ തന്നിട്ടുള്ളതിൽ ഡയമെൻഷൻലെസ് ഏതാണ്? ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ഏതാണ്? ഏതാണ്? അറിയാമോ? റെയ്നോൾഡ്സ് നമ്പറിനാണ്. അല്ല, അത് വെയിറ്റിന്റെ തന്നെ ഡയമെൻഷൻ ആണ്. മാസ്, വെയിറ്റ്, സ്പെസിഫിക് വെയിറ്റിനൊക്കെ ഡയമെൻഷൻ ഉണ്ട്. റെയ്നോൾഡ്സ് നമ്പറിനാണ് എന്ത്? ഡയമെൻഷൻ ഇല്ലാത്തത്. അപ്പൊ 29ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന് മെയിൻ ആയിട്ട് ഒന്നുകിൽ ചോദിക്കുക യൂണിറ്റ് കൺവേർഷൻസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത എന്ന് പറയുന്ന ഡയമെൻഷൻ ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി തരുമോ അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ മെയിൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതും നമ്മുടെ റെഫറൻസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ലിസ്റ്റ് ആണ്. ഓടിച്ചൊന്ന് പറഞ്ഞുതരാം. ഏരിയയുടെ എല്ലാത്തിന്റെ ഫോർമുല കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഡയമെൻഷൻ ഇക്വേഷൻ എഴുതാൻ സാധിക്കും. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ എൽ ഇൻറ്റു എൽ. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന 3 ടേം എന്തൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം ആണ്. അവിടെ മാസും വരുന്നില്ല, ടൈമും വരുന്നില്ല. അപ്പൊ എങ്ങനെ വരും? m⁻0 L സ്ക്വയർ T⁻0 എന്ന് വരും. ഇനി അടുത്തത് വോളിയം. വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ L ക്യൂബ് എന്ന് വരും. അപ്പൊ m⁻0 L⁻3 T⁻0 എന്ന് വരും. ഇനി ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് T ആണല്ലോ. അവിടെ മാസും ഇല്ല, ലെങ്തും ഇല്ല. അപ്പൊ എങ്ങനെ വരും? m⁻0 L⁻0 T⁻1 എന്ന് വരും. ഇനി അടുത്ത ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് L ക്യൂബ് ആണല്ലോ. അപ്പം m ഡിവൈഡഡ് ബൈ L ക്യൂബ്. അപ്പൊ ഈ L ക്യൂബ് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോ എങ്ങനെ വരും? m ഇൻറ്റു L⁻³ ഇൻറ്റു T ഇല്ലല്ലോ അവിടെ, അതുകൊണ്ട് T⁻0 എന്ന് വരും. ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ L/T, ദാറ്റ് ഈസ് L T⁻1 ആണ് വെലോസിറ്റി. ഡിവൈഡഡ് ബൈ ടൈം വരുന്ന സമയത്ത് എങ്ങനെ വരും? T⁻1ഉം T⁻1ഉം കൂടെ T⁻2 ആവും. m ഇല്ല. അപ്പൊ m⁻0 L T⁻2 ആണ് എന്ത്? ആക്സലറേഷന്റെ ഡയമെൻഷൻ വരുന്നത്. അതുപോലെ ഇനി അടുത്തത് മൊമെന്റം ആണ്. മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസിന്റെ ഡയമെൻഷൻ m ആണ്, വെലോസിറ്റിയുടെ ഡയമെൻഷൻ L T⁻1 ആണ്. അപ്പൊ മൊമെന്റം എന്ത് വരും? mL T⁻1 ആണ്. പിന്നെ ചിലപ്പോൾ ചോദിക്കും, ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്യാം. ഡയമെൻഷൻ ഏതൊക്കെ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ആണ് സെയിം വരുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ എനർജിയുടെയും വർക്കിന്റെയും എന്താണ്? ഡയമെൻഷൻ സെയിം ആണ്. അപ്പൊ ഡയമെൻഷൻ സെയിം ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ എക്സാമിന് ചോദിക്കാം. ഏതിന്റെയൊക്കെ ഡയമെൻഷൻ സെയിം ആണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനർജിയുടെയും വർക്കിന്റെയും ഡയമെൻഷൻ സെയിം ആണ്. അതുപോലെ തന്നെ എന്താണ്?
മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -1. മൊമെന്റത്തിന്റെ ഡയമെൻഷന് ഇമ്പൾസിന്റെ ഡയമെൻഷൻ എന്താണ്? സെയിം ആണ്. അപ്പൊ എനർജി എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് വർക്ക് ആണ്. വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് എം എൽ ടി റേസ് ടു -2 ആണ്. ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ചെയ്താൽ മതി. ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഓരോന്നും ഇക്വേഷൻ ചെയ്ത് നോക്കിയാൽ മതി. ഫോഴ്സിന്റെ ഇക്വേഷൻ എം ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് എന്ന് പറയുന്നത് എം ആണ്. ഇനി ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സലറേഷൻ എന്ന് പറയുന്നത് എൽ ടി റേസ് ടു -2 ആണ്. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ വരുന്നത് എം എൽ ടി റേസ് ടു -2 ആണ്. ഇൻറ്റു ഡിസ്റ്റൻസ്. ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു എൽ. അപ്പൊ ഇതെങ്ങനെ വരും? എം ഇൻറ്റു എൽ റേസ് ടു 1 എൽ റേസ് ടു 1 കൂടെ എൽ സ്ക്വയർ ആവും അല്ലെ? അപ്പൊ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് വരും. ഇനി പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം. വർക്ക് ഓൾറെഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. വർക്കിന്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. വർക്ക് ബൈ ടൈം എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ ടൈം വരും. അപ്പൊ ടി റേസ് ടു -2 ടി റേസ് ടു -1 കൂടെ ടി റേസ് ടു -3 ആവും. അപ്പൊ എം എൽ സ്ക്വയർ ടി റേസ് ടു -3 എന്ന് വരും. അതാണ് പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരതിക്ക് മനസ്സിലാവുന്നുണ്ടോ? സുനിഷ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി അടുത്തത് പവർ. പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്. പവർ പറഞ്ഞായിരുന്നല്ലോ നമ്മള്, വർക്ക് ഡിവൈഡ് ബൈ ടൈം. ഇനി പ്രഷറിലേക്ക് ഇക്വേഷൻ ഓർത്തിരുന്നോളം. പ്രഷർ എന്ന് പറയുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത്? പ്രഷറിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം എം എൽ ടി റേസ് ടു -2 ഡിവൈഡ് ബൈ ഏരിയ ലെങ്ത് സ്ക്വയർ ആണ്. ലെങ്തിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ആണല്ലോ. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 എന്ന് കിട്ടും. ഇനി ഇമ്പൾസ് ഓഫ് ഫോഴ്സ്. ഇമ്പൾസ് എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പം അത് ചെയ്യുമ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? എം എൽ ടി റേസ് ടു -2 ടൈം ടി യു ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എം എൽ ടി റേസ് ടു -1 വരും. ക്വസ്റ്റ്യനിൽ ചോദിക്കാം ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ ആണ് സെയിം എന്ന് പറഞ്ഞിട്ട് പല കോമ്പിനേഷൻസ് തരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓർത്തോളണം, എനർജിയുടെയും വർക്കിന്റെ ഡയമെൻഷൻ സെയിം ആണ്. അതുപോലെ തന്നെ മൊമെന്റത്തിന്റെയും ഇമ്പൾസിന്റെയും ഡയമെൻഷനും സെയിം ആണ്. ഇനി അടുത്ത സ്ട്രെസ് എന്ന് പറയുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എം എൽ ടി റേസ് ടു -2 ഏരിയയുടെ യൂണിറ്റ് എൽ സ്ക്വയറും ആണ്. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 എന്ന് കിട്ടും. ഇനി ടോർക്ക്. ടോർക്ക് എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എം എൽ ടി റേസ് ടു -2. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എൽ ആണ് യൂണിറ്റ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് വരും. ഇനി സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഫോഴ്സ് എം എൽ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ എൽ ചെയ്യുന്ന സമയത്ത് എം എൽ റേസ് ടു 0 ടി റേസ് ടു -2 എന്ന് കിട്ടും. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ സ്ട്രെസിന്റെ ഇക്വേഷൻ എന്താണ്? സ്ട്രെസ് എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അത് എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ആണ്. ഡിവൈഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറയുന്ന ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അവിടെ ഡയമെൻഷൻ വരുന്നില്ല. അപ്പൊ ഡിവൈഡ് ബൈ 1 തന്നെ വരും. സ്ട്രെസിന്റെ യൂണിറ്റ് എന്താണോ അത് തന്നെയാണ് എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് വരുന്നത്. ഇനി സർഫസ് എനർജി എന്ന് പറയുന്ന എനർജി പെർ യൂണിറ്റ് ഏരിയ ആണ്. എനർജി ഡിവൈഡ് ബൈ ഏരിയയുടെ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണല്ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ 1 ബൈ ടൈം പീരീഡ് ആണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ടി റേസ് ടു -1 അവിടെ എമ്മും എല്ലും ഇല്ല. അപ്പൊ എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി റേസ് ടു -1 എന്ന് വരും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? യൂണിറ്റ് ക്ലിയർ ആണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിന്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. T സെക്കൻഡിന് ശേഷം അതിന്റെ വെലോസിറ്റി എത്രയാണെന്ന് പറഞ്ഞു? 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള കേസിലൊക്കെ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ 0 ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യുക. യു എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 0 ആണ്. വി നമുക്ക് തന്നിട്ടുണ്ട്. ആക്സലറേഷൻ എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൈം കണ്ടുപിടിക്കണം. നമ്മൾ കൈനമാറ്റിക്സിന്റെ ഇക്വേഷൻ ഒക്കെ പഠിച്ചില്ലേ? നമുക്ക് ടൈം ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാമല്ലോ. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി യൂസ് ചെയ്യാം. അതിൽ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി യു 0 ആണ്. ഫൈനൽ വെലോസിറ്റി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെന്തും കൂടെ തന്നിട്ടുണ്ട്? ആക്സിലറേഷന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ആക്സിലറേഷന്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്?
ആക്സിലറേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാമല്ലോ. നമ്മുടെ ഇക്വേഷൻ v is equal to u plus at ആണ്. യുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് ടിയുടെ ഇക്വേഷൻ എന്ത് കിട്ടും? ടി ഈക്വൽ ടു v മൈനസ് യു ബൈ എ. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 10/2 വിച്ച് ഇസ് ഈക്വൽ ടു 5 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലായോ? മനസ്സിലായോ? ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ മൂവിംഗ് ബോഡി, ഒരു ബോഡി മൂവ് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിന് തുല്യമായിരിക്കുമോ, അതോ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കുറവായിരിക്കുമോ, അതോ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും ഗ്രേറ്റർ ഓർ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ആയിരിക്കും? ഇതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ആണ്? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ മൂവിംഗ് ബോഡി ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഡാഷ്. ഈക്വൽ ആണ്. ഈക്വൽ ആണോ? അതെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആണ്. അപ്പം ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഡിസ്റ്റൻസ്. ഒരു മൂവിംഗ് ബോഡിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും ഒന്നുകിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് എയിൽ നിന്ന് സിയിലോട്ട് പോകണം. അപ്പൊ ഒരു കുട്ടി എയിൽ നിന്ന് സിയിലോട്ട് പോയത് എങ്ങനെയാണ്? ആദ്യം എ ടു ബി, അദ്ദേഹത്തിന്റെ വീട് ബിയിലാണെന്ന് വെച്ചോ, ബിയിൽ എത്തിയിട്ടാണ് പിന്നെ സി എന്നൊരു പൊസിഷനിൽ പോയത്. അപ്പൊ എ ടു സി ആണ് അതിന്റെ ഡിസ്റ്റൻസ് കവർ ചെയ്തത്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്. അപ്പൊ ഇവിടെ മൊത്തത്തിലുള്ള പാത്ത് ലെങ്ത് എത്രയാണ്? 4 + 3 7 മീറ്റർ ആണല്ലേ ടോട്ടൽ അവിടെ ഡിസ്റ്റൻസ് വരുന്നത്. അതേസമയം അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫൈനൽ പോയിന്റ് ആൻഡ് ഇനിഷ്യൽ പോയിന്റ്. അപ്പൊ ഫൈനൽ പോയിന്റിന് ഇനിഷ്യൽ പോയിന്റിന് ഇടയ്ക്കുള്ള ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 5 ഉള്ളൂ. എപ്പോഴും എന്തായിരിക്കും? ഡിസ്റ്റൻസ് ആയിരിക്കും. ഒന്നുകിൽ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് തുല്യമായിരിക്കും. അപ്പൊ എപ്പോഴും ഈ കേസ് ആയിരിക്കും ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന കണ്ടീഷൻ ആയിരിക്കും. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? സ്കെയിലർ ആണ്. സ്കെയിലർ. ഡിസ്പ്ലേസ്മെന്റോ? വെക്ടർ. ഡിസ്റ്റൻസ് സ്കെയിലാർ ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഡിസ്റ്റൻസിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഡിസ്റ്റൻസിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴോ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആകാം, 0 ആകാം. പിന്നെ വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, രണ്ടിന്റെ യൂണിറ്റ് ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ അല്ലേ? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റും എന്താണ്? മീറ്റർ തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? The ratio of distance to the displacement of moving body. Distance to the displacement ratio എപ്പോഴാണ്? എപ്പോഴും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും വലുത് അല്ലെങ്കിൽ അതിന് തുല്യം ആണെങ്കിൽ അതിന്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, അല്ലേ? ആണല്ലോ. ഡിസ്റ്റൻസ് നമ്മുടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാളും വലുതാണ്, അല്ലെങ്കിൽ ഈക്വൽ ആണ്. അപ്പൊ എങ്ങനെ പോയാലും അതിന്റെ വാല്യൂ എന്തായിരിക്കും? ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ 1 ആയിരിക്കും, ഈക്വൽ അല്ലാത്ത കേസിൽ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ മൂവിംഗ് ബോഡി ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റിനോട്ട് കടക്കാം. നാലാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ, ഒരു ട്രെയിൻ എന്ന് പറയുന്നത് 100 മീറ്റർ അല്ല, ആ ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഒരു ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണെന്നാണ് പറയുന്നത്? ട്രെയിനിന്റെ ലെങ്ത് 100 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എ ട്രെയിൻ 100 മീറ്റർ ഇൻ ലെങ്ത് ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി. അത് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 60 കിലോമീറ്റർ പെർ അവർ ആണ്. ഇനി അടുത്തത് എന്താണ് തന്നിട്ടുള്ളത്? ഇൻ വാട്ട് ടൈം ഇറ്റ് ഡസ് ക്രോസ് ദ 1 കിലോമീറ്റർ ലോങ് ബ്രിഡ്ജ്. അതായത് ഈ ട്രെയിന് എത്ര സമയം എടുത്താണ് ഒരു കിലോമീറ്റർ നീളമുള്ള ബ്രിഡ്ജ് കടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ട്രെയിൻ ടോട്ടൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 100 മീറ്റർ ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് എന്താണ്? ബ്രിഡ്ജിന്റെ ലെങ്ത് എത്രയാണ്? 1 കിലോമീറ്റർ ആണ്. ആണല്ലോ. 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 10⁻³ മീറ്റർ ആണല്ലോ. അപ്പൊ 1000 + 100 എന്ന് പറയുമ്പോൾ 1100 നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് അല്ല ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് എത്ര? 1100 മീറ്റർ ആണ്. ഇനി അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട്. വെലോസിറ്റി നിങ്ങള് 60 കിലോമീറ്റർ പെർ അവർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട്. കാരണം ട്രെയിനിന്റെ ലെങ്ത് ഒക്കെ എന്തിലാ തന്നിട്ടുള്ള? മീറ്ററിലോട്ടാ തന്നിട്ടുള്ള. അപ്പൊ നമ്മുടെ ഈ ഒരു വെലോസിറ്റി 60 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് നിങ്ങൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും ഒന്ന് പറഞ്ഞേ. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം?
അറിയാവോ? 5/18 മൾട്ടിപ്ലൈ. അതെ, ഇൻറ്റു 5/18 ചെയ്യണം. അപ്പൊ 60 × 5/18 ചെയ്യണം. 60 × 5/18 നമ്മൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെലോസിറ്റി ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. നമുക്ക് ഇനി എന്താണ് വേണ്ടത്? എത്ര സമയം എടുക്കും എന്നുള്ള കാര്യമാണ് വേണ്ടത് അല്ലെ? നമുക്ക് ടൈം ആണ് വേണ്ടത്. നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം ആണ്. അതിൽ നിന്ന് ടൈം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ആണ്. ടൈം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? S/V വെച്ചിട്ട് കണ്ടുപിടിച്ചൂടെ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ, ആ മാം 66 ആണോ? വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? S/T. നമുക്ക് കണ്ടുപിടിക്കുന്ന ടൈം ആണ്. ടൈം എന്ന് പറയുന്നത് S/V ആണ്. S എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 1100 ആണ്. ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 60 × 5/80 ആണ്. അപ്പൊ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 66 സെക്കൻഡ് എന്ന് കിട്ടും. ആരതി മനസ്സിലായിരുന്നോ? ഒന്നും കൂടെ പറഞ്ഞു തരണോ? ഒന്നും കൂടെ പറയൂ. ഒന്നും കൂടെ പറഞ്ഞുതരാം. നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു ക്വസ്റ്റനിൽ, 4ാമത്തെ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്? നമുക്ക് മെയിൻ ആയിട്ട് തന്നിട്ടുള്ളത് ഒരു ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, 100 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതൊരു 1 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ബ്രിഡ്ജ് കവർ ചെയ്യണം. അപ്പൊ അതിന് ടോട്ടൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ട്രെയിനിന്റെ ലെങ്ത് 100 മീറ്റർ പ്ലസ് 1 കിലോമീറ്റർ ആണ്. അപ്പോൾ 1 കിലോമീറ്ററിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ ആണ്. അപ്പൊ 1000 + 100 എന്ന് പറയുമ്പോൾ എന്താണ്? 1100 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയില്ലേ? ഡിസ്റ്റൻസ് എത്ര കിട്ടി? ഡിസ്റ്റൻസ് നമ്മൾ S വെച്ച് റെപ്രസെന്റ് ചെയ്യുമല്ലോ. 1100 മീറ്റർ എന്ന് കിട്ടി. ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് എന്തുണ്ട്? വെലോസിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെലോസിറ്റി എത്രയാണ്? 60 km/h എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 60 km/h സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയ മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണല്ലോ ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഡിസ്റ്റൻസ് എത്രയാണ്? 1100 മീറ്റർ ആണ്. അപ്പൊ ഡിസ്റ്റൻസ് 1100 മീറ്റർ, ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 60 km/h മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 60 × 5/18 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 66 സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന റിലേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 4ാമത്തെ ക്വസ്റ്റിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോട്ടെ. ഇനി 5ാമത്തെ ക്വസ്റ്റൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരതിക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഇനി 5ാമത്തെ ക്വസ്റ്റൻ ആണ്. 5ാമത്തെ ക്വസ്റ്റൻ നോക്കിക്കോളൂ. In which of the following state does a body possess kinetic energy? ഏത് സ്റ്റേറ്റിലാണ് ഒരു ബോഡിക്ക് കൈനറ്റിക് എനർജി കിട്ടുന്നത്? എപ്പോഴാണ്? ഏത് സ്റ്റേറ്റിലാണ്? റെസ്റ്റിൽ ഇരിക്കുമ്പോഴാണോ? മോഷനിലാണോ? when it is placed in a platform ആണോ? അത് 0 ഗ്രാവിറ്റിയിലാകുമ്പോഴാണോ? എപ്പോഴാണ് കൈനറ്റിക് എനർജി ഉള്ളത്? മോഷനിൽ. ഒരു ബോഡി സ്റ്റേറ്റ് ഓഫ് മോഷനിലാകുമ്പോഴാണ് ഇറ്റ് വിൽ പൊസസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ് ആ ബോഡിക്ക് ഉള്ളത്. അപ്പം 5ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 6ാമത്തെ ക്വസ്റ്റിലോട്ട് കിടക്കാം. 6ാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ്? Which of the following type of motion can be used for describing the motion of the car on straight road? ഒരു കാറിന്റെ മോഷൻ, സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒരു കാറിന്റെ മോഷനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? അത് സർക്കുലർ മോഷൻ ആണോ? പീരിയോഡിക് മോഷൻ ആണോ? റെക്ടിലീനിയർ മോഷൻ ആണോ? അതെ ഹാർമോണിക് മോഷൻ ആണോ? ഏത് മോഷൻ ആണ്? റെക്ടിലീനിയർ മോഷൻ. റെക്ടിലീനിയർ മോഷൻ. എന്താണ് റെക്ടിലീനിയർ മോഷൻ? ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ് നമ്മൾ പറയുന്നത് എന്ത്? റെക്ടിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? കാറ് ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ അതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് അവിടെ ഒരു മോഷൻ സംഭവിക്കുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് ലൈനിലാണ് മോഷൻ നടക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള മോഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റെക്ടിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ബാക്കി ഒന്നും റെക്ടിലീനിയർ, സർക്കുലർ മോഷൻ ഒക്കെ എന്താണ്? റെക്ടിലീനിയർ മോഷന്റെ എക്സാമ്പിൾ അല്ല. സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന എക്സാമ്പിൾ എന്ന് എന്താണ്? റെക്ടിലീനിയർ ആണ്. അപ്പൊ 6ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി 7ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് മോഷൻ കനോട്ട് ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് ക്ലോക്ക് ഹാൻഡ്? ഇതിൽ ഏതിനാണ് മോഷൻ ഓഫ് ക്ലോക്ക് ഹാൻഡ്സ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തത്? റെക്ടിലീനിയർ മോഷൻ.
റെക്ടിലീനിയർ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ. ക്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, സർക്കുലാർ ആണല്ലോ. അപ്പം എന്താണ്, ക്ലോക്ക് സർക്കുലാർ ആണ്, പീരിയോഡിക് ആണ്, ഹാർമോണിക് ആണ്. അവിടെ എന്താണ്, ഏത് മോഷനാണ് നമുക്ക് ക്ലോക്കിന്റെ ആ ഒരു മൂവ്മെന്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത്? റെക്ടിലീനിയർ മോഷൻ ആണ് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ 7ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത് 8ാമത്തെ ക്വസ്റ്റൻ ആണ്. 8ാമത്തെ ക്വസ്റ്റൻ എന്താണ്, വാട്ട് കൈൻഡ് ഓഫ് മോഷൻ ഈസ് റെക്ടിലീനിയർ മോഷൻ? റെക്ടിലീനിയർ മോഷൻ ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണ്? 1 ഡയമെൻഷനിൽ ആണോ, 2 ഡയമെൻഷനിൽ ആണോ, 3 ഡയമെൻഷനിൽ ആണോ, 0 ഡയമെൻഷനിൽ ആണോ? സ്ട്രെയിറ്റ് ലൈൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതെന്താണ്, ഒരൊറ്റ ഡയമെൻഷൻ മാത്രമല്ലേ അവിടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടിയുള്ളൂ. അപ്പം റെക്ടിലീനിയർ മോഷൻ എന്ന് പറയുന്നത് എന്താണ്, 1 ഡയമെൻഷണൽ മോഷൻ ആണ്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെക്ടിലീനിയർ മോഷൻ എന്താണ്, 1 ഡയമെൻഷണൽ മോഷൻ ആണ്. 8ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഒരു ബോഡി കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ ആ ബോഡി പൊസസ് ചെയ്യുന്ന എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ആണോ, കൈനറ്റിക് എനർജി ആണോ, ഹീറ്റ് എനർജി ആണോ, ടോട്ടൽ എനർജി ആണോ? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി. ഒരു ബോഡി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ അത് പൊസസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. സ്റ്റേറ്റ് ഓഫ് മോഷനിലാണെങ്കിൽ കൈനറ്റിക് എനർജി. ഇനി 10ാമത്തെ ക്വസ്റ്റൻ ആണ്. 10ാമത്തെ ക്വസ്റ്റൻ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം, നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൺഫ്യൂസിംഗ് ആകാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തോ ആവറേജ് വെലോസിറ്റി. അതെ അതെ, ആവറേജ് വെലോസിറ്റി ആണ് അല്ലെ. ആവറേജ് വെലോസിറ്റി ആണ് എന്ത്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കണം എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണ്, വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ആണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വരുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ വരുന്നത് എന്താണ്, ആവറേജ് വെലോസിറ്റി ആണ്. അപ്പൊ 10ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 11ാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കാം. 11ാമത്തെ ക്വസ്റ്റൻ എന്താണ്, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി? എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത്? വെലോസിറ്റി. ആക്സിലറേഷൻ ആണോ? ആക്സിലറേഷൻ ആണ്. അതെന്തുകൊണ്ട് എങ്ങനെ വന്നു? നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ dx/dt. ഇനി എന്താണ് എഗെയിൻ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്ത് വരും? d²x/dt² വരും. d²x/dt² എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ് അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. അതിന് ഒന്നും കൂടെ റേറ്റ് ഓഫ് ചേഞ്ച് എടുത്ത് കഴിഞ്ഞാൽ dv/dt എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്. അപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ 11ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ, ക്വസ്റ്റ്യൻ നമ്മൾ സൂക്ഷിച്ച് വായിച്ചോളണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 11ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അത് ഓപ്ഷൻ ബി ആണ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the displacement of a particle is given as the function of time s. ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ഓഫ് ടൈം ഫോമിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? x is equal to t² plus 2t. How much displacement is covered in first 5 seconds? അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടേംസ് ഓഫ് ടൈം തന്നിട്ടുണ്ട്. x is equal to t² plus 2t. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 5 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? അറിയാവോ? ആരതി അറിയാവോ? സുനിഷ അറിയാവോ? സുനിഷ അറിയാവോ? 35 ആണോ മാം? ഏതാ എവിടെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 12ാമത്തെ ക്വസ്റ്റ്യൻ 35 ആണ്. അതെ, നമ്മൾ എന്ത് ചെയ്തു കൊടുത്താൽ മതി? നമ്മൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 5 സെക്കൻഡിലെ കണ്ടുപിടിക്കാം. അപ്പൊ ടൈമിന് പകരം 5 സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? 5² plus 2 into 5. 5² എന്ന് പറയുന്നത് 25 ആണ്. 2 into 5 എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ മൊത്തം എത്ര വരും? 35 യൂണിറ്റ്സ് അത് വരും. അപ്പൊ 12ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ദ ഫോളോയിങ് ഫിഗർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് സർക്കിൾ ഈസ് 1 യൂണിറ്റ്. ഓരോ സർക്കിളിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇവിടെ എന്താണ്, ഓരോ സർക്കിളിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണെന്നാണ് പറയുന്നത്. ഓരോ സർക്കിളിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 യൂണിറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി? അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണേ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എ ബി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഒന്ന് പറഞ്ഞേ, എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? പൈത്തഗോറസ് തിയറം വെച്ചിട്ട്
പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എന്ന് പറയുന്ന ഓരോ സർക്കിളും 1 യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്ന 2 ആണല്ലോ. ഇവിടെ 2 വരും, ഇവിടെ എന്ത് വരും? 1 വരും അല്ലെ? അപ്പൊ നമ്മൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കാണിച്ചു തരാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്താ വരുന്ന സ്ക്വയർ റൂട്ട് ഓഫ്, ഞാൻ പറഞ്ഞല്ലോ 2 വരും 1 വരും. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പൊ 4 പ്ലസ് 1 എന്ന് പറയുന്ന 5 ആണ്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്ന് വരും. മനസ്സിലായോ? ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. നമുക്ക് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് ഒരു എയും ബിയും എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ് ആണ് എന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ എ ബി ആ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ലെങ്ത് നമുക്കറിയാം. അത് എത്രയാണ്? 2 യൂണിറ്റ് ആണെന്ന് അറിയാം. ഓരോ സർക്കിളിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം എന്ന് പറയുന്നത് എത്രയാണ്? 2 യൂണിറ്റ് ആണ്. ഇത് മുതൽ ഇതുവരെ എന്ന് പറയുന്നത് എത്രയാണ്? 1 യൂണിറ്റ് അല്ലേ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ 2, ഇവിടെ 1. അപ്പൊ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഇസ് 4 പ്ലസ് 1 സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്ന് വരും. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? നല്ല രീതിയിൽ മനസ്സിലായോ? ആരതിക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. സുനിഷയ്ക്ക് മനസ്സിലായല്ലോ അല്ലെ? ഇനി അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? A car covers first half of a distance between the two places at a speed of 40 km/h and second half at a speed of 60 km/h. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 രീതിയുണ്ട്. ഇപ്പൊ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, ഡിഫറെന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ് ബോഡി. നമുക്ക് എന്താണ്? ഡിഫറെന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. പക്ഷെ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ഈ ഒരു ഫോർമുല നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2v1v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 ആണ് എന്ത്? നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അതേസമയം ഒരു ബോഡി ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഡിഫറെന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ഫോർമുല വി ആവറേജ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ചെയ്യണം? v1 പ്ലസ് v2 ഡിവൈഡ് ബൈ 2. ഈ 2 ഫോർമുലയെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? 2 ഡിഫറെന്റ് കേസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഈ ഒരു കണ്ടീഷൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് ഏത് കേസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഒരു കാറ് ഫസ്റ്റ് ഹാഫ് കേസും പറയാമേ. അതായത് നമുക്ക് ആവറേജ്, നിങ്ങൾ ഇങ്ങനെ ഹെഡിങ് കൊടുത്ത് എഴുതിക്കോ. ആവറേജ് വെലോസിറ്റിക്ക് 2 ഡിഫറെന്റ് കേസസ് ഉണ്ട്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ബോഡി ഡിഫറെന്റ് വെലോസിറ്റീസിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈക്വൽ ടൈം ഇന്റർവെൽ, അതായത് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ 2 ഡിഫറെന്റ് വെലോസിറ്റിയിലായിരിക്കും പോകുന്നത്. അതാണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്. ആദ്യം സപ്പോസ് ഒരു 50 മീറ്റർ, രണ്ടാമതും 50 മീറ്റർ. ആദ്യത്തെ 50 മീറ്റർ കവർ ചെയ്യാൻ v1 വെലോസിറ്റിയിൽ പോയി, രണ്ടാമത്തെ 50 മീറ്റർ എന്താണ്? v2 വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തത്. ഇങ്ങനെയാണെങ്കിൽ അത് മൊത്തത്തിലുള്ള ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഈ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? 2 × v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഇനി അടുത്ത് എന്താണ്? അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് ആദ്യത്തെ 10 സെക്കൻഡിൽ v1 വെലോസിറ്റിയിൽ പോയി, രണ്ടാമത്തെയും സെയിം 10 സെക്കൻഡിൽ v2 വെലോസിറ്റിയിൽ പോയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? v1 പ്ലസ് v2 ബൈ 2 ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഏത് കേസാണ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടതെന്ന് ഐഡന്റിഫൈ. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസിൽ എത്രയാണ്? 40 കിലോമീറ്റർ. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പകുതി, രണ്ടാമത്തെ പകുതി. ആദ്യത്തെ പകുതിയുടെ അതേ ദൂരം തന്നെയാണല്ലോ രണ്ടാമത്തെ പകുതിയും വരുന്നത്. അപ്പം അവിടെ എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. 2 ഡിഫറെന്റ് വെലോസിറ്റി തന്നിട്ടുണ്ട്. ആദ്യത്തെ v1 എന്ന് പറയുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 40 km/h. v2 എന്ന് പറയുന്നത് 60 km/h ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്? ഡിസ്റ്റൻസ് ആവറേജ് ഫോർമുല ഉപയോഗിച്ചാണ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ആ ഫോർമുല എന്താണ്? 2 × v1 v2 ബൈ v1 പ്ലസ് v2. അപ്പൊ ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടും. 2 × v1 എന്ന് പറയുന്ന 40 ആണ്, v2 എന്ന് പറയുന്ന 60 ആണ്, ഡിവൈഡഡ് ബൈ 40 പ്ലസ് 60 ചെയ്താൽ മതി. അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 4800 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് 48 km/h എന്ന് കിട്ടും. 48 km/h 14ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? സുനിഷയ്ക്ക് മനസ്സിലായോ?
ആരതിക്ക് മനസ്സിലായോ? സെക്കൻഡ് കേസ് എഴുതുമ്പോൾ എങ്ങനെയാ? ആദ്യത്തെ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം എന്ന് പറഞ്ഞു. സെക്കൻഡ് കേസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണ്ടെന്ന് പറയാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഈ നമ്മള് വെലോസിറ്റി ഡിഫറെന്റ് വെലോസിറ്റി ആയിരിക്കും, ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈക്വൽ ടൈമില് ഡിഫറെന്റ് വെലോസിറ്റി. ആദ്യത്തേത് ഈക്വൽ ഡിസ്റ്റൻസിൽ ഡിഫറെന്റ് വെലോസിറ്റി, മറ്റേത് ഈക്വൽ ടൈമിൽ ഡിഫറെന്റ് വെലോസിറ്റി. ആ രണ്ട് കേസ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ കാർ ട്രാവൽസ് ഫ്രം എ ടു ബി. എ ടു ബി ഒരു കാർ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 60 km/h ആണ് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, എ ടു ബി ട്രാവൽ ചെയ്യുന്നത്. ഇനി അടുത്ത ബി ടു എ ട്രാവൽ ചെയ്യുന്ന എത്രയാണ്? 90 km/h. ഇവിടെ നമ്മൾ ആവറേജ് വെലോസിറ്റി, ഇവിടെ എ ടു ബി ആയാലും ബി ടു എ ആയാലും ഒരേ പോയിന്റ് തന്നെയാണല്ലോ. അവിടെ ഡിസ്റ്റൻസിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? മാറ്റം വരുന്നില്ലല്ലോ. രണ്ട് ഡിഫറെന്റ് വെലോസിറ്റിയിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണല്ലോ അവിടെയും കവർ ചെയ്യുന്നത്. അപ്പൊ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾ ഏത് ഫോർമുല ഉപയോഗിക്കും? പറഞ്ഞേ, ഏത് ഫോർമുല ഉപയോഗിക്കും? എ ടു ബി 60 km/h വെലോസിറ്റിയിലും ബി ടു എ 90 km/h വെലോസിറ്റിയിലാണ് പോകുന്നത്. രണ്ട് ഡിഫറെന്റ് സ്പീഡാണ്. പക്ഷെ എ ടു ബി ഇപ്പൊ എത്ര ദൂരം ആണോ ഉള്ളത് അതേ ദൂരം അല്ലേ ബി ടു എയും ഉള്ളത്. അപ്പൊ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കണം? ഏത് ഫോർമുല ഉപയോഗിക്കണം? 2v1 v2 by v1 plus v2. അതെ, 2v1 v2 ഇവിടെ വേറെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലോ. 2v1 v2 by v1 plus v2. v1 അറിയാം, v2 അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെ വരും? നമുക്ക് എങ്ങനെ ചെയ്യാം? 2 into 60 into 90 divided by 60 plus 90 ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 72 km/h എന്ന് കിട്ടും. ഇത്രയാണ് 72 കിലോ. ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളണം, ചിലപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലൊക്കെ കൺവേർഷൻ ചെയ്തിട്ട് ഉള്ള റിസൾട്ട് ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളതെങ്കിൽ 5/18 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തോളണം. യൂണിറ്റ് കൺവേർഷൻ ഒക്കെ തെറ്റാതെ ചെയ്തോളണം. അപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എത്രയാണ്? 72 km/h ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോട്ടെ. ഇനി അടുത്ത, എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് അറ്റ് -2 ലൊക്കേഷൻ ഓൺ ദ നമ്പർ ലൈൻ. ഹി റൺസ് ടു ആൻഡ് ഫ്രോ ഫ്രം -2 to +5. അതായത് ഒരു പേഴ്സൺ ഇനിഷ്യലി ഒരു നമ്പർ ലൈനിന്റെ -2 എന്ന പൊസിഷനിലാണ് നിൽക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ്? അയാൾ അതിൽ നിന്ന് +5 പോയി, പിന്നെ തിരിച്ച് അഗെയിൻ -2 വന്നു, പിന്നെയും +5 പോയി, അങ്ങനെ 5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു? അപ്പൊ -2 to 5 എന്ന് പറയുമ്പോൾ അവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 5 - -2 അല്ലേ? അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്ന 7 യൂണിറ്റ് ആണല്ലോ. 5 പ്രാവശ്യം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ 7 into 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് 35 യൂണിറ്റ്സ് എന്ന് കിട്ടത്തില്ലേ? 16ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ അല്ലേ വരുന്നത്? മനസ്സിലായോ? മനസ്സിലായോ? 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വെൻ എ പേഴ്സൺ മൂവ്സ് ഇൻ എ കോർഡിനേറ്റ് സിസ്റ്റം. ഒരു പേഴ്സൺ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കൂടെ മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ്? ഡിസ്പ്ലേസ്മെന്റ്, അതായത് അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും മാത്രം മതിയല്ലോ. അപ്പൊ നമുക്ക് എ ടു സി മാത്രം മതി. എന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? 0,0യും ബിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എയുടെ കോർഡിനേറ്റ് 0,0യും മറ്റത് 8,6 ആണല്ലോ. 17ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? എ സി എന്നൊരു ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾക്ക് ഏതൊക്കെ കോർഡിനേറ്റ് ഉണ്ട്? 0,0യും ഉണ്ട്, എയുടെ എന്താണ് 0,0യും സിയുടേത് 8,6 ആണ് അല്ലെ? സി എന്ന് പറയുന്നത് എന്താണ്? 8,6. അപ്പൊ നിങ്ങൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഫോർമുല യൂസ് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ഇത് മൈനസ് ഇത്, എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുക, y കോർഡിനേറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുക, അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? 8 - 0 the whole square plus 6 - 0 the whole square എന്ന് വരും. ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? x2 minus x1 the whole square plus y2. അറിയത്തില്ലെങ്കിൽ എഴുതി വെച്ചോ. y2 minus y1 the whole square ആണ് ഡിസ്റ്റൻസ് ഫോർമുല. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. സ്ക്വയർ റൂട്ട് ഓഫ് 8 - 0 the whole square plus 6 - 0 the whole square. 8 square 64ഉം 6 square 36ഉം വരും. അപ്പൊ 64 plus 36 100 വരും. സ്ക്വയർ റൂട്ട് ഓഫ് 100 എടുക്കുന്ന സമയത്ത് 10 യൂണിറ്റ് എന്ന് വരും. മനസ്സിലായോ ആ ക്വസ്റ്റ്യൻ? മനസ്സിലായോ? മനസ്സിലായോ? ആരത്തിന് മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്റ്റൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇതിൽ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടർ ഏതാണ്? ഡിസ്റ്റൻസ് ഇനിഷ്യൽ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫൈനൽ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അത് ട്രാവൽ ചെയ്യുന്ന പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യാത്ത പാരാമീറ്റർ എന്ന് ചോദിച്ചാൽ എന്താണ്? സ്പീഡാണ്. അപ്പൊ 18ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി 19ാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പാത്ത് ലെങ്ത് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ. പാത്ത് ലെങ്ത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നല്ല, അപ്പൊ നമ്മൾ എങ്ങനെയാ അങ്ങനെ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് പറയാ? നമ്മൾ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, അപ്പൊ അതിപ്പോ കവർ ചെയ്യുന്ന ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ആ പാത്ത് ലെങ്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് എത്ര സ്പീഡിലാണ് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഒരു ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പറയുന്നില്ല. അതായത് നമ്മൾ ആ ഇക്വേഷനിൽ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇൻടു ടൈം ആ ഒരു ഇക്വേഷൻ വന്നാലും ആ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് സ്പീഡിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സ്പീഡിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ഒരു പാത്ത് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ലെങ്ത് അതിന്റെ പൊസിഷൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? ഇനി പാത്ത് ലെങ്ത് കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തില്ല. ആകെ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഇനിഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഫോർമുല ഓഫ് ആവറേജ് വെലോസിറ്റി. ഇത് തന്നിട്ടുള്ളതിൽ ആവറേജ് വെലോസിറ്റിയുടെ കറക്റ്റ് ഫോർമുല എന്താണ്? ഓപ്ഷൻ എ അല്ലേ? ആവറേജ് വെലോസിറ്റിയുടെ കറക്റ്റ് ഫോർമുല. അപ്പൊ 20ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് വെലോസിറ്റി വി എന്ന് പറയുന്നത് dx/dt ആണ് അല്ലെ? ആവറേജ് വെലോസിറ്റി ആണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്, dx/dt അല്ല. dx/dt എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ആണ്. അപ്പൊ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസിനെ എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ടൈമിനെ ടി വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് വരുന്നത്? ആണോ? ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് dx/dt ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലോ? ഡെൽറ്റ എക്സും എന്താണ്? ഡെൽറ്റയും dx/dt എന്ന് പറയുന്ന സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. x/t അല്ലെങ്കിൽ x⁻/t⁻ എന്നൊക്കെ കണ്ടാൽ അതാണ് എടുക്കേണ്ടത്. x/t ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. ഡെൽറ്റ എന്ന് വന്നാലും എന്താണ്? ഡെൽറ്റ x/ഡെൽറ്റ ടി എന്ന് പറയുന്ന ആ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലുള്ള നമ്മുടെ വെലോസിറ്റി, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ x/t ആണ് കറക്റ്റ് ചൂസ് ചെയ്യേണ്ടത്. 20ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ട്രക്കിന് ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 3 മണിക്കൂർ വേണം. അപ്പൊ എന്താണ്? എ ട്രക്ക് റിക്വയർസ് 3 hours ടു കംപ്ലീറ്റ് എ ജേർണി ഓഫ് 150 കിലോമീറ്റർ. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞ് ആവറേജ് സ്പീഡ് എത്രയാണ്? ആൻസർ അറിയാവോ? ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ പോരെ? 150/3 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. 21ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് സ്പീഡ് ഓഫ് എ കാർ ബിറ്റ്വീൻ എ ആൻഡ് ബി. 2 പോയിന്റ് ഉണ്ട്, എയും ബിയും. ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ ബിറ്റ്വീൻ ദ പോയിന്റ് എ ആൻഡ് ബി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബി ആൻഡ് സി എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സി ആൻഡ് ഡി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് എ ആൻഡ് ഡി ഇഫ് ദ ടൈം ടേക്കൺ? നമുക്ക് ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓരോ ഇൻസ്റ്റന്റിന്റെയും ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ പറഞ്ഞേ. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ അറിയാം? ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഇന്റർവൽ അല്ലേ? അതെ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇന്റർവെൽ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യം ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എ മുതൽ ബി വരെയുള്ള പോയിന്റ്, ബി മുതൽ സി വരെയുള്ളത്, സി മുതൽ ഡി വരെയുള്ള എല്ലാത്തിന്റെയും ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ടൈം എല്ലാം തന്നിട്ടുണ്ട്, അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. 20 + 10 + 5 ചെയ്താൽ മതി. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ്, നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം വെച്ചിട്ട് ഓരോന്നിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം
സ്പീഡ് എത്രയാണ് 20 മീറ്റർ പെർ സെക്കൻഡ്. അത് എത്ര ടൈമിലാണ്? 20 സെക്കൻഡിലാണ്. അപ്പൊ 20 into 20 ചെയ്യണം. ദെൻ അടുത്തത് 15 into 10 ചെയ്യണം. ദെൻ 10 into 10 ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 35 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 600 മീറ്റർ എന്ന് കിട്ടും. അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 20 + 10 + 5 അപ്പം 35 സെക്കൻഡ് എന്ന് വരും. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ദാറ്റ് ഈസ് 600/35 which is equal to 17.14 ആണ്. 22ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് മാം. ഇനി 23ാമത്തെ ക്വസ്റ്റൻ ആണ്. 23ാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ആവറേജ് സ്പീഡ് ഗ്രേറ്റർ ദാൻ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആണോ? ആവറേജ് സ്പീഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആണോ? ആവറേജ് സ്പീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓർ ആവറേജ് സ്പീഡ് ലെസ് ദാൻ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്? ഇതിൽ ഏതാ കറക്റ്റ് വരുന്നത്? ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ളതിന്റെ ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. ടോട്ടൽ സ്പീഡിന്റെ ആവറേജ് ആണ് എടുക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ആണ്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നല്ല കൂടിയ വാല്യൂ വരാൻ സാധ്യത ഉണ്ടല്ലോ. നമ്മൾ സ്പീഡ് ഇങ്ങനെ വേരി ചെയ്യുമ്പോൾ കൂടിയും കുറഞ്ഞു വരുമ്പോൾ ആവറേജ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? നമുക്കൊരു മിനിമം വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ എപ്പോഴും എന്തായിരിക്കും ആവറേജ് സ്പീഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്താ? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആവറേജ് സ്പീഡ് ഈക്വൽ ആയിരിക്കും. അതായത് ആവറേജ് സ്പീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആണ്. 23ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത് നമുക്ക് 24ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. 24ാമത്തെ ക്വസ്റ്റൻ എന്താണ്? ഇൻ എൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ the speed varies from 0 to 20 meter per second in 4 സെക്കൻഡ്. ഇപ്പൊ സ്പീഡ് വേരി ചെയ്യുന്നത് 0 to 20 meter per second in 4 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ്, വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഡ്യൂറിംഗ് ദ മോഷൻ? അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള മോഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? 0 to 20 meter per second ആണ് സ്പീഡ് വേരി ചെയ്യുന്നത്. ടൈമും തന്നിട്ടുണ്ട് 4 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാവോ? കേൾക്കാം. അപ്പൊ എങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ പറഞ്ഞോളൂ. ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് വേരി ചെയ്യുന്നത് തന്നിട്ടുണ്ട്. 0 മുതൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ടൈം 4 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് ഇവിടെ അഗെയിൻ എന്താണ്? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് V is equal to U plus AT എന്ന ഫോർമുല വെച്ചിട്ട് നമുക്ക് ആക്സലറേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാം. കാരണം ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിയും ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ടല്ലോ. ഇനിഷ്യൽ വെലോസിറ്റി U എന്ന് പറയുന്നത് 0 ആണെന്നും തന്നിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി V എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഉണ്ട് V is equal to U plus AT. അപ്പൊ നമ്മുടെ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. യുടെ വാല്യൂ 0 ആണ്. എയുടെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. പ്ലസ് എ ഇൻറ്റു ടൈം എത്രയാണ്? 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആക്സിലറേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ആക്സിലറേഷന്റെ വാല്യൂ എന്താണ്? 20 ഡിവൈഡ് ബൈ 4. അതിൽ നിന്ന് ആക്സിലറേഷന്റെ വാല്യൂ നമുക്ക് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്സിലറേഷന്റെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് സ്പീഡ് ഓഫ് ദ മോഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് കിട്ടും. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ആവറേജ് സ്പീഡ് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന ഫോർമുല യൂസ് ചെയ്യാം. അതിൽ UT എന്ന ടേം ക്യാൻസൽ ആയി പോകും. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? ഹാഫ് AT സ്ക്വയറേ ഉള്ളൂ. ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കണ്ടുപിടിച്ചു. ടൈം നമുക്കറിയാം, ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 4 സെക്കൻഡ് എന്ന്. അപ്പൊ 4 സ്ക്വയർ വരും 16. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോകും. 5 ഇൻറ്റു 16 ഡിവൈഡ് ബൈ 2 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 40 മീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് 40 മീറ്റർ എന്ന് കിട്ടി. 40 ഡിവൈഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് 10 എന്ന് കിട്ടും. മനസ്സിലായോ ആ ക്വസ്റ്റ്യൻ? മനസ്സിലായോ? മനസ്സിലായായിരുന്നു ആ ക്വസ്റ്റ്യൻ? യെസ് മാം. മനസ്സിലായി മാം.
ഇനി അടുത്തത് 25ാമത്തെ ക്വസ്റ്റൻ ആണ്. 25ാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ എ ബോൾ ഈസ് ത്രോൺ അപ്പ് ഇൻ ദ സ്കൈ ആഫ്റ്റർ റീച്ചിങ് എ ഹൈറ്റ് ദ ബോൾ ഫോൾസ് ബാക്ക് വാട്ട് ക്യാൻ ബി സെഡ് അബൌട്ട് ദ ആവറേജ് വെലോസിറ്റി. അപ്പൊ ഇതിൽ ആവറേജ് വെലോസിറ്റി എന്താണ്? ഒരു ബോൾ നമ്മൾ സ്കൈയിലോട്ട് എറിഞ്ഞു, അത് തിരിച്ച് എന്താണ് ഇനിഷ്യൽ പൊസിഷനിലോട്ട് തന്നെ വന്നു. ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം തന്നെയാണെങ്കിൽ അവിടെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ 25ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാർ ഈസ് മൂവിംഗ് അറൌണ്ട് എ ട്രീ ഇൻ എ സർക്കുലർ പാത്ത് വാട്ട് ക്യാൻ ബി സെഡ് അബൌട്ട്. ഒരു കാർ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണം. സർക്കുലർ പാത്ത് എന്ന് പറയുമ്പോഴേ ഓർത്തോളണം അവിടെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് തന്നെ പറയാം? അവിടെ ആവറേജ് വെലോസിറ്റി എന്താണ്? 0 ആണെന്ന് പറയാം. അപ്പൊ 26ാമത്തെ ക്വസ്റ്റ്യന്റെയും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻസ്റ്റൻസിലെ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. 5 മീറ്റർ, 4 മീറ്റർ, 11 മീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എടുത്താൽ മതി. അപ്പൊ 5 + 4 + 11 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 5 ആണ്. അപ്പൊ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടും? ചെയ്തായിരുന്നോ? 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ ആണോ? 11 + 4 എന്ന് പറയുന്നത് 15 ആണ്. 15 + 5 20 ആണ്. 20 ഡിവൈഡ് ബൈ 5 4 എന്ന് വരും. 27ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഇനി അടുത്തത് 28 ആണ്. ഇനി 28 എന്ന് പറയുന്നത് which of the following can be used to describe how fast an object is moving along the direction of the motion at a given instant of time. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ എത്ര സ്പീഡിലാണ് അത് മൂവ് ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെന്ന് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്താണ്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആണോ മാം? ഒരു മിനിറ്റ്. ഹലോ, 8 മണി ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കാം മാം. സ്ക്രീൻ കാണാവോ? കാണാം. അപ്പൊ നമ്മൾ ഏതുവരെയായിരുന്നു ഡിസ്കസ് ചെയ്ത് നിർത്തിയത്? 28ാമത്തെ ക്വസ്റ്റൻ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ് ടു ഡിസ്ക്രൈബ് ഹൗ ഫാസ്റ്റ് ആൻ ഒബ്ജക്ട് ഈസ് മൂവിംഗ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് എ ഗിവൺ ഇൻസ്റ്റന്റ് ഓഫ്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ എത്ര സ്പീഡിലാണ് പോകുന്നത്? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ നമ്മൾ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി Δx/Δt അല്ലെങ്കിൽ dx/dt. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ എത്ര സ്പീഡിലാണ് ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വെച്ചിട്ടാണ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ല, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. അപ്പം 28ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രൊജക്ടൈൽ മോഷനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദ ട്രജക്ടറി of an object is defined as x is equal to t minus 4 the whole square. What is the velocity? ഇവിടെ ജസ്റ്റ് വെലോസിറ്റി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. at time t equal to 5. t equal to 5 ആവുന്ന സമയത്ത് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? dx/dt കണ്ടിട്ട് t = 5 ഇട്ട് കൊടുക്കല്ലേ? ഹലോ, നടന്നാൽ മതി. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റിനിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് x is equal to t minus 4 the whole square എന്ന് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. വെലോസിറ്റിയെ കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? dx/dt ചെയ്താൽ മതി അല്ലെ? അപ്പൊ വെലോസിറ്റി v എന്ന് പറയുന്നത് dx/dt ആണ്. അപ്പൊ തന്നിട്ടുള്ളതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? d/dt ഓഫ് t minus 4 the whole square എന്ന് വരും. ഇപ്പൊ ഇതെന്ന് പറയുന്നത് d/dx of x raised to n എന്ന ഫോർമുലയാണ്. d/dx of x raised to n എന്താണ്? n into x raised to n minus 1 ആണ്. അപ്പൊ 2 into
ടി മൈനസ് 4 എന്ന് വരും. നമുക്ക് ടൈം ടി ഈക്വൽ ടു 5 എന്ന ഇൻസ്റ്റന്റിലെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടിക്ക് പകരം 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 മൈനസ് 4, അപ്പം 2 ഇൻറ്റു 5 മൈനസ് 4 ദാറ്റ് ഇസ് 1. അപ്പൊ 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടുത്തെ വെലോസിറ്റി അറ്റ് ടൈം ടി ഈക്വൽ ടു 5 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 29ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഇനി 30ാമത്തെ ക്വസ്റ്റൻ ആണ്. 30ാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഫോർമുല ഫോർ ഫൈൻഡിങ് ആക്സലറേഷൻ? ഈ തന്നിട്ടുള്ളതിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കേണ്ട കറക്റ്റ് ഫോർമുല ഒന്ന് പറഞ്ഞേ. d square x by x by dt. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ് അല്ലെ. അപ്പം ആക്സലറേഷന്റെ കറക്റ്റ് ഫോർമുല ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. 30ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 31ാമത്തെ ക്വസ്റ്റൻ ആണ്. 31ാമത്തെ ക്വസ്റ്റൻ എന്താണ്? ദ വെലോസിറ്റി ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡി വി ബൈ ഡി ടി ആണല്ലോ ആക്സലറേഷൻ. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2 + 5 × 2 10t എന്ന് കിട്ടും. ടൈം ടി ഈക്വൽ ടു 10 ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 2 + 10 × 10 ദാറ്റ് ഇസ് 100 + 2 102 എന്ന് കിട്ടും. അപ്പൊ 31ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആക്സലറേഷൻ അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത് 102 ആണ്. 31ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? yes ma'am. ഇനി 32ാമത്തെ ക്വസ്റ്റൻ ആണ്. 32ാമത്തെ ക്വസ്റ്റൻ എന്താണ്? എ ബോൾ ഫോൾസ് ഫ്രം എ ബിൽഡിംഗ് ആൻഡ് കവേഴ്സ് 5 meter in 10 seconds. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്താണ്? ഒരു ബോൾ ഒരു ബിൽഡിംഗിൽ നിന്ന് വീഴുകയാണ്. അത് 5 meter കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ ടൈമും തന്നിട്ടുണ്ട് 10 seconds ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 32ാമത്തെ ക്വസ്റ്റൻ ആണ്. s is equal to ut plus half at square. ഇങ്ങനത്തെ ക്വസ്റ്റനൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ആകെ ഓർത്തിരിക്കേണ്ട കാര്യം, കൈനമാറ്റിക്സിൽ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. v is equal to u plus at, s is equal to ut plus half at square, v square minus u square equal to 2as. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് നോക്കുക. അത് നമ്മുടെ ഏത് ഇക്വേഷനുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? s is equal to ut plus half at square വെച്ചിട്ട് ചെയ്യാം. ഇവിടെ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? s is equal to ഇക്വേഷൻ half at square ആയിട്ട് മാറും. നമുക്ക് ടൈം നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 10 seconds എന്നും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷന്റെ വാല്യൂ 0.1 m/s² എന്നാണ് കിട്ടുന്നത്. അപ്പൊ 32ാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 33ാമത്തെ ക്വസ്റ്റൻ ആണ്. ഇത് ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് നെഗറ്റീവ് ആക്സിലറേഷൻ നോൺ ആസ്? നെഗറ്റീവ് ആക്സിലറേഷൻ എന്താണ് പറയുന്നത്? നെഗറ്റീവ് ആക്സിലറേഷനെ എന്താണ് പറയുന്നത്? അറിയാവോ? ഡീസലറേഷൻ. അപ്പം വാട്ട് ഈസ് നെഗറ്റീവ് ആക്സിലറേഷൻ നോൺ ആസ്? നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡീസലറേഷൻ ആണ്. 33ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 34ാമത്തെ ക്വസ്റ്റൻ എന്താണ്? എക്സിന്റെ വാല്യൂ sin 5t എന്ന് തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? d square x by dt square ചെയ്യണ്ടേ? അപ്പൊ തന്നിട്ടുള്ളതിനെ നമ്മൾ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. sin 5t ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? d/dx sin 5t എന്ന് പറയുന്ന cos 5t × 5 എന്ന് വരും. ആണല്ലോ അല്ലെ. അപ്പൊ 5 cos 5t എന്ന് വരും. കാണാൻ പറ്റുന്നുണ്ടോ? 34ാമത്തെ ക്വസ്റ്റൻ എന്താണ്? നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. തന്നിട്ടുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. 2 പ്രാവശ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നത്. അപ്പൊ d square x by dt square കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് dx/dt ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റി എന്താണ്? sin 5t ആണ്. sin 5t നമ്മൾ സൈനിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? d/dx sin x എന്ന് പറയുന്ന cos x ആണ്. അപ്പൊ d/dx sin 5t എന്ന് പറയുന്നത് എന്താണ്? cos 5t × 5 ആണ്. അപ്പൊ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 5 cos 5t എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷനാ വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? dv/dt കണ്ടുപിടിക്കണം. അപ്പൊ d/dx cos x എന്ന് പറയുന്നത് എന്താണ്? മൈനസ് sin x ആണ്. അപ്പൊ 5 × sin 5t × 5 എന്ന് വരും. അപ്പൊ -25 sin 5t എന്ന് വരും. അപ്പൊ 34ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് -25 sin 5t ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് 35ാമത്തെ ക്വസ്റ്റൻ ആണ്. 35ാമത്തെ ക്വസ്റ്റൻ എന്താണ്? ദ വെലോസിറ്റി ഓഫ് ഷിപ്പ് വേരീസ് വിത്ത് ടൈം as v5t³ ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ അറ്റ് ടൈം t = 2 എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞേ?
ആക്സിലറേഷൻ അറ്റ് ടൈം ടി ഈക്വൽ ടു 2 നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? dv ബൈ ഡി ടി കണ്ടുപിടിച്ചാൽ മതി അല്ലെ? dv ബൈ ഡി ടി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അതായത് എന്ത് വരും? 3 ഇൻറ്റു 5 ടി സ്ക്വയർ എന്ന് വരും. 3 ഇൻറ്റു 5 എന്ന് പറയുന്നത് 15 ആണ്. 15 ടി സ്ക്വയർ. ഇനി ടൈം ടിക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 50 ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ് ഇസ് 4. ദാറ്റ് ഇസ് 15 ഇൻറ്റു 4 എന്ന് വരും. 15 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 60 വരും. അതാണ് നമ്മുടെ ആക്സിലറേഷൻ അറ്റ് ടൈം ടി ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, ma'am. അടുത്ത ചാപ്റ്ററിലോട്ട് പോട്ടെ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 23rd ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? ഏത് ക്വസ്റ്റ്യൻ? 23ാമത്തത്. 23. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇതിൽ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? അപ്പൊ നമ്മൾ എന്തറിയണം? ആവറേജ് സ്പീഡും ഇൻസ്റ്റന്റീനിയസ് സ്പീഡും എന്താണെന്ന് അറിയണം. നമുക്ക് ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇപ്പൊ തന്നിട്ടുള്ള എല്ലാ സ്പീഡിന്റെയും ആവറേജ് ആണ്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു 5 സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് പോയത്. പിന്നെ വരുമ്പോൾ വീണ്ടും കൂടി 4 ആയി 5 ആയി അങ്ങനെ കൂടി വരും. കൂടി വരികയാണെങ്കിൽ നമ്മൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിന്റെ ടോട്ടൽ ആവറേജ് എടുക്കും. ഇൻസ്റ്റന്റീനിയസ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റന്റിൽ നമ്മുടെ സ്പീഡാണ്. ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് എത്ര മാക്സിമം വേണമെങ്കിലും പോവാം അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ആവറേജ് സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഇൻസ്റ്റന്റീനിയസ് സ്പീഡിന്റെ വാല്യൂ ആയിരിക്കും എന്ത്? ആവറേജ് സ്പീഡിന്റെ വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഓർത്തിരുന്നാൽ മതി. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻസ്റ്റന്റീനിയസ് സ്പീഡ് ആണ്. നമ്മൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിന്റെ കണ്ടീഷൻ പഠിച്ച പോലെ ഈ ഒരു കണ്ടീഷൻ ഓർത്തിരിക്കുക. ആവറേജ് സ്പീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻസ്റ്റന്റീനിയസ് സ്പീഡ് ആണ്. മനസ്സിലായോ? ഇനി അടുത്തത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ. തന്നിട്ടുള്ളതില് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താണ്? എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി? ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ. ക്വാണ്ടിറ്റി വിച്ച് ഇസ് ഹാവിംഗ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഈ തന്നിട്ടുള്ളതിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. മാസ് ആണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ബാക്കി എല്ലാം എന്ത് തന്നെയാണ്? വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ബാക്കി എല്ലാത്തിനും ഫോഴ്സ് ആയാലും മൊമെന്റം ആയാലും വെലോസിറ്റി ആയാലും എല്ലാത്തിനും മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഇതിൽ ഡയറക്ഷൻ ഇല്ലാത്തത് എന്തിനു മാത്രമേ ഉള്ളൂ? മാസിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ തന്നിട്ടുള്ള എക്സാമ്പിളിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന മാസ് ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു വെക്ടർ ഒരു സെയിം പ്ലെയിനിൽ അല്ലെങ്കിൽ സെയിം പ്ലെയിനിൽ പാരലൽ ആണെങ്കിൽ അത്തരത്തിലുള്ള വെക്ടേഴ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? വെക്ടർ ലൈങ് ഇൻ എ സെയിം പ്ലെയിൻ ഓർ എ വെക്ടർ ലൈങ് പാരലൽ ടു ദ സെയിം പ്ലെയിൻ. ഒരേ പ്ലെയിനിലാണെങ്കിലോ കോപ്ലാനാർ വെക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള വെക്ടേഴ്സിന്റെ പേര് കോപ്ലാനാർ ആണ്. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എ ഡോട്ട് ബി മൈനസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഡോട്ട് ബി മൈനസ് എ ഡോട്ട് സി ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി ആണെന്ന് നോക്കാം. എ ഡോട്ട് ഇതെങ്ങനെ വരും? എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി ആണ് വരേണ്ടത്. അപ്പൊ ഇതും അല്ല. ഇനി എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. അപ്പൊ ഇതാണ് കറക്റ്റ് വരുന്നത്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഡോട്ട് പ്രോഡക്റ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ. അത് ഏതാണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? മൂന്നാമത്തതാണ്. ദാറ്റ് ഈസ് എ ഡോട്ട് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്? എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി ആണ്. ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷന്റെ ഫോർമുല, ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞൊരു ഡെറിവേഷൻ പഠിക്കാനുള്ളതാണ്. അത് ഇതിൽ ഏതാണ് വരുന്നത്? യൂണിഫോം സർക്കുലാർ മോഷന്റെ ഫോർമുല എന്ന് പറയുന്നത്. യൂണിഫോം സർക്കുലാർ മോഷന്റെ ഫോർമുല ഓർമ്മയുണ്ടോ? V equals R omega. V is equal to R omega. നാലാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. V എന്ന് പറയുന്ന ലീനിയർ വെലോസിറ്റി ആണ്, ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി ആണ്. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാലും എന്ത് തന്നെയാണ്? V is equal to R omega ആണ്. അപ്പം യൂണിഫോം സർക്കുലാർ മോഷന്റെ ഫോർമുല എന്ന് പറയുന്നത് V is equal to R omega. നാലാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്താണ്? മോഷൻ ഇൻ എ പ്ലെയിൻ ഈസ് കോൾഡ്. ഒരു പ്ലെയിനിലെ മോഷനെ എന്താണ് പറയുന്നത്? ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ എത്ര ഡയമെൻഷൻ കാണും? രണ്ട് ഡയമെൻഷനേ ഉണ്ട്. അപ്പം മോഷനിലെ പ്ലെയിൻ എന്ന് പറയുന്നത് മോഷൻ ഇൻ 2 ഡയമെൻഷൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. ഒരു ബോഡി
സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഒരു ബോഡി സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ ബോത്ത് കൈൻഡ് ഓഫ് മോഷൻ ക്യാൻ ബി ടേംഡ് as. ഒരു ബോഡി സർക്കുലർ മോഷൻ ആണെങ്കിൽ അത് എന്തിന് എക്സാമ്പിൾ ആണ്? മോഷൻ അലോങ് എ ലൈൻ ആണോ, മോഷൻ ഇൻ എ പ്ലെയിൻ ആണോ, മോഷൻ ഇൻ എ സ്പേസ് ആണോ, അതേ മോഷൻ അലോങ് എ പോയിന്റ് ആണോ? അതും എന്താണ്? സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലെയിനിലല്ലേ ലൈ ചെയ്യുന്നത്. അപ്പൊ അതും സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ പ്ലെയിന്റെ എക്സാമ്പിൾ ആണല്ലോ, ആണോ? അപ്പൊ ആറാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് പ്രൊജക്ടൈൽ മോഷൻ? ഈ തന്നിട്ടുള്ളതിൽ പ്രൊജക്ടൈൽ മോഷന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മോഷൻ ഇൻ എ പ്ലെയിൻ. പ്രൊജക്ടൈൽ മോഷൻ എന്താണ്? മോഷൻ ഇൻ എ പ്ലെയിൻ എക്സാമ്പിൾ തന്നെയാണ് അത്. ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് മോഷൻ അലോങ് എ കർവ്. ഒരു കർവിന്റെ മോഷൻ തന്നെയാണ് പ്രൊജക്ടൈൽ മോഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മോഷൻ ഇൻ എ സ്പേസ്. അതും എന്താണ്? കറക്റ്റ് തന്നെയാണ്. കാരണം എന്താണ്? അത് മോഷൻ ഇൻ എ സ്പേസിന്റെ എക്സാമ്പിൾ അല്ല, പകരം എന്താണ്? മോഷൻ ഇൻ എ പ്ലെയിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ആക്സലറേഷൻ കീപ്സ് ചേഞ്ചിങ് ഇൻ പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷനിൽ ആക്സലറേഷൻ ചേഞ്ച് ആവുന്നുണ്ടോ? ആക്സലറേഷൻ അവിടെ എന്താണ്? റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്, ജി ആണ് ആക്ട് ചെയ്യുന്നത്. അവിടെ ആക്സലറേഷൻ എന്താണ്? ഓരോ ഡിഫറെന്റ് പോയിന്റിലും എന്താണ്? ചേഞ്ച് ചെയ്യുന്നില്ല. ആക്സലറേഷൻ കീപ് ചേഞ്ചിങ് ഇൻ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടെ തെറ്റ് വരുന്നത്. അപ്പം ഏഴാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ വെക്ടർ ഒബ്റ്റെയിൻ ബൈ അഡിഷൻ ഓഫ് ടു വെക്ടേഴ്സ് ടേംഡ് as. രണ്ട് വെക്ടറിന്റെ അഡിഷനിൽ നമുക്ക് കിട്ടുന്ന വെക്ടറിനെ പറയുന്ന പേരെന്താണ്? ന്യൂ വെക്ടർ എന്നാണോ, റിസൾട്ടന്റ് വെക്ടർ എന്നാണോ, ഡിറൈവ്ഡ് വെക്ടർ എന്നാണോ, സം വെക്ടർ എന്നാണോ? റിസൾട്ടന്റ് വെക്ടർ. എട്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഓപ്പറേഷൻ വിച്ച് ഡസ് നോട്ട് ഗീവ് യു എ വെക്ടർ ആസ് ആൻ ഔട്ട്പുട്ട് ഫ്രം ടു വെക്ടർ. രണ്ട് വെക്ടറിന്റെ എന്തോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന വെക്ടർ അല്ല, പകരം സ്കെയിലർ ആണ് കിട്ടുന്നത്. അത് എന്ത് ഓപ്പറേഷൻ ആണ്? ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴാണോ, ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴാണോ, അത് വെക്ടർ അഡിഷൻ ചെയ്യുമ്പോഴാണോ, വെക്ടർ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴാണോ? ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് പ്രൊഡക്റ്റിന്റെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? സ്കെയിലാർ തന്നെയായിരിക്കും. മറിച്ച് ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വെക്ടർ ആയിരിക്കും. വെക്ടർ അഡിഷന്റെയും റിസൾട്ട് വെക്ടർ തന്നെയാണ്, വെക്ടർ സബ്ട്രാക്ഷന്റെയും റിസൾട്ട് വെക്ടർ തന്നെയാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. ഇനി പത്താമത്തെ ക്വസ്റ്റൻ ആണ്. മൾട്ടിപ്ലൈങ് 2i + 7j by 5. 2i + 7j നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എങ്ങനെയാണ് മൾട്ടിപ്ലൈങ് എ വെക്ടർ വിത്ത് എ സ്കെയിലാർ വരുന്നത്? അറിയാവോ? ആൻസർ പറയാവോ? 2i + 7j by 5 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? സാധാ മൾട്ടിപ്ലിക്കേഷൻ സെയിം ഫോം തന്നെയാണ്. ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ 5 × 2 ചെയ്യുന്ന സമയത്ത് 10i വരും. 7 × 5 ചെയ്യുന്ന സമയത്ത് 35j എന്ന് വരും. അപ്പൊ പത്താമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 10i + 35j ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ് മാം. What happens when a vector is multiplied by a scalar? ഒരു വെക്ടർ ഒരു സ്കെയിലാറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താണ്? അതിന്റെ ഡയറക്ഷൻ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, അതോ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ? എന്താണ്? ഒരു വെക്ടർ ഒരു സ്കെയിലാറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ മാത്രമേ അഫക്ട് ചെയ്യുന്നുള്ളൂ. ഒരു വെക്ടർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡയറക്ഷനെ അഫക്ട് ചെയ്യത്തില്ല. അപ്പം ഇവിടുത്തെ 11ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഗെറ്റ്സ് മൾട്ടിപ്ലൈ ബൈ ദാറ്റ് മച്ച് എമൗണ്ട്. അപ്പൊ 11ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റിസൾട്ട് വെൻ i + 14j ഈസ് മൾട്ടിപ്ലൈഡ് ബൈ √14? i + 14j √49 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? i + 14j √49. √49 എന്ന് പറയുമ്പോൾ 7 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 7i + 14 × 7. 14 × 7 എന്ന് പറയുന്നത് 98 ആണ്. അപ്പൊ 7i + 98j എന്നാണ് കിട്ടുന്നത്. അപ്പൊ 12ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇനി 13ാമത്തെ ക്വസ്റ്റിലോട്ട് കിടക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റിസോൾവ്ഡ് ഫോം ഓഫ് എ വെക്ടർ വിച്ച് ഈസ് 5 യൂണിറ്റ് in long and it is inclined at an angle 45 degree in the x-axis? ഇത് പറയാൻ പറ്റുമോ? ഇത് സുനിഷയ്ക്ക് അറിയാവോ? ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? അറിയാവോ? അറിയാമോ? അറിയാവോ? എന്തോ? ഇല്ല മാം, അറിയില്ല. അറിയത്തില്ല. ആരതിക്ക് അറിയാവോ? ഇല്ല മാം.
ഇവിടെ എന്താണ് നമുക്ക് വാട്ട് ഈസ് ദ റിസോൾവ് ഫോം ഓഫ് എ വെക്ടർ വിച്ച് 5 യൂണിറ്റ് ഇൻ ലോങ്, ലെങ്ത് തന്നിട്ടുണ്ട് 5 യൂണിറ്റ് ആണ്. അത് ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള ആംഗിൾ തന്നിട്ടുണ്ട്. ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള ആംഗിൾ എന്താണ് 45 ഡിഗ്രി ആണ് വിത്ത് എക്സ് ആക്സിസ്. നമുക്ക് 45 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ് ആണെങ്കിൽ നമ്മൾ എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ എന്താണ്, ഇവിടെ ഇതിന്റെ ലെങ്ത് എ ആണെന്ന് വെച്ചോ. അപ്പൊ എക്സ് ആക്സിസുമായിട്ട് ഈ ആംഗിൾ നമുക്ക് ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന സൈഡ് എപ്പോഴും എന്തായിരിക്കും, കോസ് ആയിരിക്കും. നമ്മൾ ആ ചാപ്റ്റർ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതെന്ന് പറയുന്ന എക്സ് ആക്സിസ് എപ്പോഴും കോസും, വൈ ആക്സിസ് ആംഗിളിന്റെ അടുത്തല്ലാതെ കിടക്കുന്നത് എപ്പോഴും എന്താണ്, സൈനുമാണ്. അപ്പൊ ഇവിടെ എന്താ തന്നിട്ടുള്ള വെക്ടറിന്റെ ലെങ്ത് 5 യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. ആംഗിൾ എത്രയാണ്, എക്സ് ആക്സിസിന് അലോങ് 45 ഡിഗ്രി ആണ്. അപ്പൊ എക്സ് ആക്സിസിന് അലോങ് 45 ഡിഗ്രി ആണെങ്കിൽ അത് എന്തായിരിക്കും, കോസ് 45 ആയിരിക്കും. ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന എക്സ് ആക്സിസ് ആണ്. ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന സൈഡ് നമ്മൾ എപ്പോഴും എന്താണ്, കോസ് ഓഫ് ദാറ്റ് ആംഗിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 5 കോസ് 45. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ എന്താണ്, വെക്ടറിന്റെ നൊട്ടേഷൻ ഐ ക്യാപ്പ് ആണ്. പ്ലസ് വൈ ആക്സിസിൽ എന്താണ്, തീറ്റയിൽ നിന്ന് ദൂരെ കിടക്കുന്ന സൈഡാണ്. അതിന് നമ്മൾ സൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 5 സൈൻ 45 ഇൻറ്റു വൈ ആക്സിസ് വരുന്ന സമയത്ത് വെക്ടറിന്റെ ഡയറക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ജെ ക്യാപ്പ് വെച്ചിട്ടാണ്. അപ്പൊ 5 കോസ് 45 ഐ പ്ലസ് 5 സൈൻ 45 ജെ ആണ്. 5 ഇൻറ്റു കോസ് 45 എന്ന് പറയുന്നത് എത്ര, എന്താണ് 1/√2 ആണ്. പ്ലസ് 5 ഇൻറ്റു സൈൻ 45 എന്ത് തന്നെയാണ്, 1/√2 തന്നെയാണ്. അപ്പൊ 5/√2 ഐ പ്ലസ് 5/√2 ജെ എന്ന് കിട്ടും. അത് ഏത് ഓപ്ഷൻ ആണ് വരുന്നത്, 13ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മനസ്സിലായിരുന്നു? 13ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, എ വെലോസിറ്റി വെക്ടർ. ഒരു വെലോസിറ്റി വെക്ടർ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നേരത്തെ പോലെ തന്നെയാണ്. ഇവിടെ എന്താണ്, എക്സ് ആക്സിസുമായിട്ട് 60 ഡിഗ്രി ആണ് മേക്ക് ചെയ്യുന്നത്. അപ്പം എക്സ് ആക്സിസുമായിട്ട് 60 ഡിഗ്രി ആണ് മേക്ക് ചെയ്യുന്നത്. അപ്പൊ എക്സ് ആക്സിസുമായിട്ട് അത് മേക്ക് ചെയ്യുന്നത് 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ കമ്പോണന്റ് വേണ്ട, ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണ്, നമുക്ക് തന്നിട്ടുള്ള വെലോസിറ്റി വെക്ടർ വി തന്നിട്ടുണ്ട്. വി ഇൻറ്റു ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ആ ആംഗിളുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ്. ആംഗിളുമായിട്ട് ചേർന്ന് കിടക്കുന്ന സൈഡ് എന്താണ്, കോസ് ആണ്. കോസ് ഓഫ് ദാറ്റ് ആംഗിൾ കോസ് 60. അപ്പൊ വി കോസ് 60 എന്ന് വരും. വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഇൻറ്റു കോസ് 60 എന്ന് വരും. അപ്പൊ 5 ഇൻറ്റു കോസ് 60. കോസ് 60യുടെ വാല്യൂ എത്രയാണ്, 1/2 ആണല്ലോ. അപ്പൊ 5 ഇൻറ്റു 1/2 എന്ന് വരും. 5 ഇൻറ്റു 1/2 എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പൊ 14ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? 14ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, എ വെക്ടർ ഈസ് റെപ്രസെന്റ്, ഒരു വെക്ടർ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് 4i + 3j ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്നാണ് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് ഓഫ് a² + b². അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 4² + 3² ചെയ്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 16 + 9. 16 + 9 എന്ന് പറയുന്നത് 25 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 15ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ആഡിങ് 2i + 7j ആൻഡ് i + j. 2i + 7jയും i + jയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, കറസ്പോണ്ടിങ് ഐ കമ്പോണൻസ് ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് ഐ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ 2iയും iയും. അപ്പൊ 2i + i എത്രയാണ്, 3i എന്ന് വരും. ഇനി കറസ്പോണ്ടിങ് j കമ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ 7j + j, ദാറ്റ് ഈസ് 8j. അപ്പൊ 3i + 8j എന്ന് വരും. ഇങ്ങനെ വരും. iയും ആഡ് ചെയ്യുക, jയും ചെയ്യും. കറസ്പോണ്ടിങ് കമ്പോണൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 2i + i എന്ന് പറയുന്ന 3iയും 7j + j എന്ന് പറയുന്ന 8j ആണ്. 16ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ പറഞ്ഞേ. 4i + 3jയുടെ യൂണിറ്റ് വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കും, അറിയാവോ? 4i + 3j/5. 3j ഡിവൈഡ് ബൈ അതിന്റെ മോഡുലസ് എടുത്താൽ മതി. അപ്പൊ മോഡുലസ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് 4², ദാറ്റ് ഈസ് 16. 16 + 9 25. അപ്പൊ 4i + 3j ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. അപ്പം 17ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 4i + 3j ഡിവൈഡഡ് ബൈ 5. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വെലോസിറ്റി ഓഫ് എ ബോഡി മൂവിംഗ് ഇൻ എ പ്ലെയിൻ ചേഞ്ചസ് ഫ്രം. ഒരു ബോഡി വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു 3i ൽ നിന്ന് 3i + 7j ആയി.
അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി 3a ഫൈനൽ വെലോസിറ്റി 3a+7j ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണല്ലേ. അപ്പം 3a+7j -3a ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. ഡിവൈഡഡ് ബൈ 10 ചെയ്യണം. ഇപ്പൊ 7/10 എന്ന് പറയുന്നത് എത്രയാണ്? 0.7 ആണ് അല്ലെ. ക്ലിയർ ആണല്ലോ. ഇവിടെ നമുക്ക് ജെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ 0.7 ജെ ആണ് വരുന്നത്. 18ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആരത്തേക്ക് മനസ്സിലായോ? സുനിഷിക്ക് മനസ്സിലായോ? സുനിഷിക്ക് മനസ്സിലായോ? മനസ്സിലായി മാം. ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ബോഡി ഓഫ് മാസ് എം, ഒരു ബോഡിയുടെ മാസ് എം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രൊജക്ട് ചെയ്തിട്ടുള്ള ആംഗിൾ തീറ്റയാണ്. നിങ്ങൾ പ്രൊജക്ടൈൽ മോഷൻ രണ്ടുപേരും പഠിച്ചായിരുന്നോ? നോക്കിയതാ. പ്രൊജക്ടൈൽ മോഷൻ പഠിക്കുന്ന സമയത്ത് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഈ മൂന്നിന്റെ ഡെറിവേഷൻ ഒന്ന് നോക്കിയിട്ട് കയ്യിൽ ആ ഫൈനൽ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ആ ഫൈനൽ റിസൾട്ട് ബൈഹാർട്ട് എങ്കിലും ചെയ്തിരിക്കണം. കാരണം അത് ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന്റെ പ്രോബ്ലംസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പൊ 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബോഡിയുടെ മാസ് എം ആണ്, അത് പ്രൊജക്ട് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്ന് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി വി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയു ആണ്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് u² sin 2θ/g അല്ലേ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ. നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ പക്ഷെ വെലോസിറ്റി വി എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്? v² sin 2θ/g ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? 2u sin θ/g. അതെ, ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin θ/g. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷനോ? u² sin² θ/2g. u² sin² θ ഡിവൈഡഡ് ബൈ 2g ആണ് മാക്സിമം. ഈ മൂന്നിന്റെ ഇക്വേഷനും ബൈഹാർട്ട് അറിഞ്ഞിരിക്കണം. അപ്പം എന്താണ് നമുക്ക് ഫസ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട്. മാസ് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? മാസ് 5 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആംഗിളും തന്നിട്ടുണ്ട്. ആംഗിൾ എത്ര പറഞ്ഞിട്ടുണ്ട്? 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 25 മീറ്റർ/സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 മീറ്റർ/സെക്കൻഡ്² ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? u² sin 2θ/g ആണ് അല്ലെ. അപ്പൊ u² sin 2θ/g ആ ഒരു ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. നമ്മുടെ കയ്യിൽ എല്ലാ വാല്യൂ ഉണ്ടല്ലോ, യൂണിറ്റ് വാല്യൂ ഉണ്ട്. അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പൊ 25² ഇൻറ്റു sin 2 ഇൻറ്റു തീറ്റ. sin 2 ഇൻറ്റു തീറ്റ എന്ന് പറയുമ്പോൾ sin 2 ഇൻറ്റു 60 ദാറ്റ് ഈസ് sin 120 എന്ന് വരും. ഡിവൈഡ് ബൈ ജിയുടെ വാല്യൂ 10 മീറ്റർ/സെക്കൻഡ്² എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? sin 120 വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ sin 120 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? sin of 180 - 60 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ sin of a - b, അപ്പൊ sin of a - b, sin of a + b, tan of a - b, അതിന്റെ എല്ലാം ഫോർമുല ഒന്ന് ഓർത്തിരിക്കണം. അത് മാക്സിമം ആവശ്യമുള്ളതാണ് കേട്ടല്ലോ. അപ്പൊ അത് മനസ്സിലായോ? ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? 20ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? 20ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ രണ്ടുപേർക്കും? സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 54.13 എന്ന് കിട്ടും. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ 20ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 54.13 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട് 10 കിലോഗ്രാം. ആംഗിൾ തീറ്റയും തന്നിട്ടുണ്ട്. വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ഗ്രാവിറ്റേഷനും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. 2u sin θ ഡിവൈഡഡ് ബൈ g. അപ്പൊ എന്ത് ചെയ്യണം? 2u sin θ ഡിവൈഡഡ് ബൈ g ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ആ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. ക്ലിയർ ആണോ? 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നമ്മുടെ 2u sin θ/g ഇക്വേഷനിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.866 സെക്കൻഡ് എന്ന് കിട്ടും. അതായത് 21ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ?
ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം, u² sin² θ ഡിവൈഡഡ് ബൈ 2g. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാ നോൺ വാല്യൂസ് ആണ്, എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ വാല്യൂസും u² sin² θ ബൈ 2g, യുവിന്റെ വാല്യൂ ഉണ്ട്, തീറ്റയുടെ വാല്യൂ ഉണ്ട്, ജിയുടെ വാല്യൂ ഉണ്ട്, എല്ലാ വാല്യൂവും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.5125 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ എന്താണ് 1.5 മീറ്റർ. അപ്പൊ 22ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത് നമുക്ക് എന്താണ് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വെൻ ഡു വി ഗെറ്റ് ദ മാക്സിമം റേഞ്ച് ഇൻ സിമ്പിൾ പ്രൊജക്ടൈൽ മോഷൻ. സിമ്പിൾ പ്രൊജക്ടൈൽ മോഷനിൽ നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടുന്നത് എപ്പോഴാണ്? θ45 ആവുമ്പോൾ. θ45 ആകുമ്പോഴാണ് മാക്സിമം റേഞ്ച് കിട്ടുന്നത്. അപ്പം നമ്മുടെ 23ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ഇക്വേഷൻ എന്താണ്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ എഴുതി നോക്കണം. ഇക്വേഷൻ എന്ന് പറയുന്നത് v² sin 2θ ബൈ g. മാക്സിമം റേഞ്ച് എന്ന് പറയുമ്പോൾ മാക്സിമം റേഞ്ച് എന്താണ്, sin 2θയുടെ വാല്യൂ എന്തായിരിക്കണം, 1 ആയിരിക്കണം. അപ്പോഴല്ലേ നമുക്ക് മാക്സിമം റേഞ്ച് v² ബൈ g കിട്ടത്തുള്ളൂ. മാക്സിമം റേഞ്ച് എന്ന് പറയുന്ന r max എന്ന് പറയുന്നത് എന്താണ്, v² ബൈ g ആണ്. r max നമുക്ക് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, sin 2θയുടെ വാല്യൂ നമുക്ക് 1 കിട്ടണം. അപ്പം sin 2θയുടെ വാല്യൂ നമുക്ക് എപ്പോഴാണ് 1 കിട്ടുന്നത്? സൈനിന്റെ വാല്യൂ എപ്പോഴാണ് നമുക്ക് 1 വരുന്നത്? sin 0 0 ആണ്. sin 90 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലെ. അപ്പൊ 90 എന്ന് പറയുമ്പോൾ എന്താണ്, sin 2θ ആണ്. അപ്പൊ sin 2 × 45, 2 × 45 അല്ലേ 90 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ θ45 ഡിഗ്രി ആവുന്ന സമയത്തല്ലേ നമുക്ക് sin 2θ 1 കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, sin 2θ is equal to sin 2θ equal to നമുക്ക് 1 വരണം. 1 എപ്പോഴാണ് സൈൻ നമുക്ക് വരുന്നത്? 90ക്കാണ് 1 വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, 2θ equal to 90 എന്ന് എഴുതാം. അതിൽ നിന്ന് θ equal to 90 by 2 which is equal to 45 ഡിഗ്രി എന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരുന്നാലും മതി, മാക്സിമം റേഞ്ച് വരുമ്പോൾ θയുടെ വാല്യൂ എത്രയാണ്, 45 ഡിഗ്രിയാണ്. ഓർത്തിരുന്നു കഴിഞ്ഞാൽ സമയം ലാഭിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആണ്. ഇനി അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെൻ ഡു വി ഗെറ്റ് ദ മാക്സിമം ഹൈറ്റ്. അതുപോലെ സിമ്പിൾ പ്രൊജക്ടൈൽ മോഷൻ നമുക്ക് മാക്സിമം ഹൈറ്റ് എപ്പോഴാണ് കിട്ടുന്നത്? തീറ്റയുടെ വാല്യൂ എന്താവുമ്പോഴാണ് മാക്സിമം ഹൈറ്റ് വരുന്നത്? 90 ഡിഗ്രി. അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് അവിടെയും വരുന്നത്. അവിടെ നമ്മൾ എന്താണ് ഇക്വേഷൻ ഓർത്തോളണം. ഇക്വേഷൻ എന്താണ്, v² sin² θ ബൈ 2g ആണ്. അവിടെ നമുക്ക് sin θയുടെ വാല്യൂ 1 വരണം. sin θയുടെ വാല്യൂ 1 വരുമ്പോഴാണ് നമുക്ക് ഹൈറ്റ് എന്ത് കിട്ടുന്നത്, മാക്സിമം കിട്ടുന്നത്. ഹൈറ്റ് മാക്സിമം എന്ന് പറയുമ്പോൾ എന്താണ്, v² ബൈ 2g കിട്ടണം. v² ബൈ 2g കിട്ടണമെങ്കിൽ എന്താണ്, sin² θയുടെ വാല്യൂ 1 ആവണം. sin θയുടെ വാല്യൂ എപ്പോഴാണ് 1 ആകുന്നത്? θ 90 ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് 1 ആകുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, 24ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണെന്ന് പറയാം. ഇനി അടുത്ത് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബാഗ് ഓഫ് മാസ്, ഒരു ബാഗിന്റെ മാസ് 1000 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അത് പ്രൊജക്ട് ചെയ്ത ആംഗിൾ 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തന്നിട്ടുണ്ട്. മാക്സിമം ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ആരതി മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ പറഞ്ഞേ. v² sin² θ by 2g. ആ ഇക്വേഷനിലെ എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് ക്വസ്റ്റിന് ഗിവൺ ആണല്ലോ. അപ്പൊ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1.25 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ 25ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അറ്റ് വാട്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ഏത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ് ഹൊറിസോണ്ടൽ റേഞ്ച് മിനിമം ആണ്? ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവുന്ന കേസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഹൊറിസോണ്ടൽ റേഞ്ച് മിനിമം ആവണം. അത് ഏത് ആംഗിൾ ആണ് അറിയാവോ? അറിയാവോ? ഹൊറിസോണ്ടൽ റേഞ്ച് മിനിമം ആകണം. ഹൊറിസോണ്ടൽ റേഞ്ച് മിനിമം ആകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, റേഞ്ച് മിനിമം എന്ന് പറയുമ്പോൾ റേഞ്ചിന്റെ വാല്യൂ 0 ആകണം. sin 2θ 0 ആവണം. sin 2θ 0 ആവണമെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ sin 180 വരുന്ന സമയത്താണ് നമുക്ക് 0 ആവുന്നത്. അപ്പൊ sin 180 ആവണമെങ്കിൽ θ എന്തായിരിക്കും, 90 ആയിരിക്കും അല്ലെ. മനസ്സിലായോ? θ 90 ആണ്. 26ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോഴ്സ് ദാറ്റ് കീപ്സ് ദ മൂവിങ് ഇൻ എ സർക്കുലർ മോഷൻ. ഒരു ബോഡി സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്?
സെൻട്രിപിറ്റൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. അപ്പൊ 27ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആണ്. ഇനി 28ാമത്തെ ക്വസ്റ്റൻ ആണ്. മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? mv square by r ആണ് മാത്തമെറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എ ബോഡി ഓഫ് മാസ്, ഒരു ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട് 10 കിലോഗ്രാം എന്ന്, അതിന്റെ വെലോസിറ്റിയും തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ? സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആയിരിക്കും വരുന്നത്. ആക്സിലറേഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവോ? ആക്സിലറേഷന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഫോഴ്സിന്റെ ഇക്വേഷൻ mv സ്ക്വയർ ബൈ r ആണെങ്കിൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ പറഞ്ഞുകൂടെ? ആക്സിലറേഷൻ എന്തായിരിക്കും? ഫോഴ്സ് എന്ന് പറയുന്നത് മാസിന്റെ ആക്സിലറേഷൻ ആണ്. മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് v സ്ക്വയർ ബൈ r അല്ലേ? ആണോ? നമുക്ക് v തന്നിട്ടില്ലേ ക്വസ്റ്റ്യനിൽ? 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ v സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ഡിവൈഡ് ബൈ 5 ചെയ്താൽ മതി. 25 ഡിവൈഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത്, അതായത് v സ്ക്വയർ ബൈ r ദാറ്റ് ഇസ് 25 ഡിവൈഡഡ് ബൈ 5. 25 ഡിവൈഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അതാണ് എന്ത്? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബോഡിയുടെ വെയിറ്റ് തന്നിട്ടുണ്ട്, 20 ന്യൂട്ടണും തന്നിട്ടുണ്ട്, അതിന്റെ മാസ് തന്നിട്ടുണ്ട്. ഒരു ബോഡിയുടെ വെയിറ്റ് 20 ന്യൂട്ടൺ തന്നിട്ടുണ്ട്, മാസ് 2 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്, അതൊരു സർക്കുലർ മോഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് 1 മീറ്റർ തന്നിട്ടുണ്ട്, വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? അതിന്റെ ടെൻഷൻ, ആ ഒരു സ്ട്രിങ്ങിന്റെ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലെ? ഫോഴ്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? mv സ്ക്വയർ ബൈ r ആണ്. എല്ലാം നോൺ ക്വാണ്ടിറ്റി ആണ്, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഫോഴ്സിന്റെ വാല്യൂ എത്ര കിട്ടും? 50 ന്യൂട്ടൺ എന്ന് കിട്ടും. 30ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം.